ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ സംഗീതം ഹര ഹര നമഃ പാർവതി പദേ ജാനകീകാന്ത സ്മരണം महावीर आंजनेय स्वामी की हरिहर सुगनानंद तनय्यप्प स्वामी वेणुवेल मुरुगन हरहरो सर्वत्र गोविंद नाम संकीर्तനം ഭാഗവത സപ്താഹത്തിലെ നാലാമത്തെ ദിനമാണ് അല്പസമയത്തിനകം അവസാനിക്കാൻ പോകുന്നത്. ഇവിടെ നവമസ്കന്ധത്തിലെ വംശത്തെയൊക്കെ വർണ്ണിച്ചു. ഈ നവമസ്കന്ധത്തിൻ്റെ ഇനി തുടർച്ച കേൾക്കണമെങ്കിൽ 12ാമത്തെ സ്കന്ധത്തിന്. അപ്പോൾ എന്താണോ ഈ നവമസ്കന്ധത്തിൽ പറഞ്ഞു നിർത്തുന്നത് ദശവംശവിസ്താരമാണ്. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കേൾക്കാൻ 12ാമത്തെ ദ്വാദശം വരെ എത്തണം. അപ്പോൾ ദശമവും ഏകാദശവും ഒന്ന് വഴി മാറിപ്പോണതാണ്. പരീക്ഷത്തിൻ്റെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ടാണ് ഈ ദശമവും ഏകാദശവും വരുന്നത്. ഇവിടെ ദശമസ്കന്ധം ദശലക്ഷണങ്ങളിലെ ഈ ദശമത്തിൻ്റെ ലക്ഷണം എന്താ വെച്ചാൽ നിരോധം എന്നാണ്. അപ്പോൾ എന്താണ് ഈ നിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു അർത്ഥം പറഞ്ഞാൽ തടസ്സം. അപ്പോൾ എന്ത് തടസ്സം? ഭഗവാനിലേക്ക് എത്താൻ എന്താണ് നമുക്ക് തടസ്സമായിട്ട് തീരണത് എന്നാണ് ഈ നിരോധം നമുക്ക് കാണിച്ചിരുന്നത്. ഇനി വേദാന്തികളാണെച്ചാൽ പറയാറുണ്ട് നിരോധസ്തു ലോകവേദ വ്യാപാര ന്യാസം എന്ന് പറയും. അതായത് ഈ നിരോധം എന്ന് പറയുന്നത് സർവതരത്തിലുള്ള ലൗകിക വൈദിക വ്യാപാരാദികളിൽ നിന്ന് മനസ്സിനെ മോചിപ്പിക്കുന്നതിനെയും ഈ നിരോധം എന്ന് പറയാം എന്നാണ്. എന്നുവെച്ചാൽ നമ്മുടെയൊക്കെ ഈ മനസ്സുകൾ പലതിലും പെട്ട് കിടക്കുകയുണ്ട്. മുക്തി കിട്ടണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടും ഉണ്ടാവാൻ പാടില്ല. എന്ത് രണ്ട്? പുണ്യം ഉണ്ടാവരുത്, പാപം ഉണ്ടാവരുത്. അപ്പോൾ ചോദിക്കാം, അല്ല ഇതിപ്പോൾ എന്താ ഇങ്ങനെ പറഞ്ഞത്? പുണ്യം ഉണ്ടാവട്ടെ, ഈ പുണ്യത്തിനല്ലേ ഈ പ്രയത്നിക്കുന്നതൊക്കെ, സുഹൃതം ഉണ്ടാവട്ടെ. അപ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് അവിടെയുണ്ട്. ഈ പുണ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ, ഈ സുഹൃതം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എന്താ ബുദ്ധിമുട്ട്? ബുദ്ധിമുട്ട് എന്താ വെച്ചാൽ സ്വർഗത്ത് പോയിട്ട് കിടക്കേണ്ടി വരും. ഇതിപ്പോൾ എവിടെയാണെന്ന് അറിയില്ലേ? സ്വർഗത്ത് പോയിട്ട് കിടക്കേണ്ടി വരും. എന്നാൽ എപ്പോഴാണോ അത് തീരണത് അതോടുകൂടിയിട്ട് വീണ്ടും മധ്യലോകത്തിലേക്ക് വരണം. അപ്പോൾ ഇത് രണ്ടും ഇല്ലാതായിട്ട് ആ പരമപദത്തിൽ എത്തിച്ചേരണമെന്നാണ്. അപ്പോൾ അതിനുള്ള മാർഗ്ഗമാണ് ഈ ദശമസ്കന്ധം നമുക്കായിട്ട് പറഞ്ഞിരുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞു അഹങ്കാരമാണ് നമുക്കൊക്കെ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അഹങ്കാരം ഇത് വളരെ വലുതാണ്. അതാണ് ഭാഗവതത്തിലെ ഏറ്റവും വലിയ സ്കന്ധമായിട്ട് തീരുന്നത് ഈ ദശമസ്കന്ധം. 90 അധ്യായങ്ങളാണ് ഈ ദശമസ്കന്ധത്തിനുള്ളത്. അപ്പം ഈ അഹങ്കാരത്തിന് വിവിധ രൂപങ്ങളുണ്ട് എന്നാണ് പറയുന്നത്. അതുതന്നെയാണ് ഈ ദശമസ്കന്ധത്തിലെ പല കഥാപാത്രങ്ങളിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്. അതിൽ മുഖ്യമായ ഒന്ന് ഈ കംസനാണ്. അപ്പോൾ ഈ അഹങ്കാരത്തിൻ്റെ ഒരു തലമാണ് ഈ കംസൻ എന്ന് പറയുന്നത്. കംസ ഈ വാക്കിന് ഒരു അർത്ഥമുണ്ട്. ഈ കംസ എന്ന ശബ്ദത്തിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ ഹിംസ ഇച്ഛിക്കുന്നവൻ അവൻ കംസൻ എന്നാണ്.
അപ്പോൾ മറ്റൊരാളെ ഉപദ്രവിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്നെങ്കിൽ അപ്പം മനസ്സിലാക്കണം, ബാക്കി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് വല്ലവരിക്കും ഉപദ്രവിക്കണം തോന്നുക, അപ്പം എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ ഹൃദയത്തിൽ ആര് വർത്തിക്കുന്നുണ്ട്? കൃഷ്ണനല്ല, കംസനാണ് വർത്തിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രിയപ്പെട്ടവരെ, ആരീ കംസൻ? ഇനി ബന്ധങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കംസൻ ആരാ അറിയില്ലേ? ആരീ കംസൻ? കൃഷ്ണൻ്റെ അമ്മാവനെ. അപ്പോൾ കൃഷ്ണൻ്റെ അമ്മാവനാണ് ഈ കംസൻ. ഇനി ആരെയും ചോദിച്ചു നോക്കിയാൽ, എന്തെങ്കിലും ചോദ്യത്തിന് ചോദിക്കുമല്ലോ, ആരെയും ചോദിച്ചു നോക്കിയാൽ ആരാണ് ഈ കൃഷ്ണൻ്റെ അമ്മാവൻ എന്ന് ചോദിച്ചപ്പോൾ എന്താ ഉത്തരം കൊടുക്കുക? ആരാണ് ഈ കൃഷ്ണൻ്റെ അമ്മാവൻ എന്ന് ചോദിച്ചാൽ ശ്രദ്ധിക്കണേ, എന്താ ഉത്തരം കൊടുക്കുക? ആരാണ്? കംസൻ. എന്തായാലും സപ്താഹത്തിലൂടെ ഒരു ഗുണമുണ്ടായില്ലേ? കൃഷ്ണൻ്റെ അമ്മാവൻ്റെ പേര് കിട്ടി. ഇതിപ്പോൾ അറിയില്ലായിരുന്നു നോക്കി, അറിയാത്തതുകൊണ്ടല്ലേ പറഞ്ഞത്. ശരി, അപ്പോൾ കൃഷ്ണൻ്റെ അമ്മാവൻ ആരാണ് എന്നിപ്പോൾ മനസ്സിലായി. ഇനി കൃഷ്ണൻ്റെ അമ്മായി ആരാ? കൃഷ്ണന് 2 അമ്മായിമാരുണ്ട്. അതായത് ഈ കംസന് 2 ഭാര്യമാരുണ്ട്. ആരാകുന്നു ഈ കംസൻ്റെ ഭാര്യമാർ? ഒന്ന് അസ്ഥിയാണ്, അടുത്ത ആള് പ്രാപ്തിയും. ഇവരാണെങ്കിൽ ജരാസന്ധൻ്റെ മക്കളുമാണ് ഇവർ, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത്, മനസ്സിലാക്കാനുള്ളത്, അഹന്ത ഒരു പരിധിയിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ നമുക്കും 2 ഭാര്യമാരുണ്ടാകുന്നു, 2 പത്നിമാരുണ്ടാകുന്നത്. ആ പത്നിമാരുടെ പേരാണ് അസ്ഥിയും അതേപോലെ പ്രാപ്തിയും. ഈ വാക്കുകളുടെയും സൂക്ഷ്മാർത്ഥം മനസ്സിലാക്കിയാൽ മതി. അസ്ഥി, അസ്ഥി എന്ന വാക്കുകൊണ്ട് അർത്ഥാക്കുന്നത് ഉള്ളത്. ഇതിൽ അഹങ്കാരം വരുന്നില്ലേ? ഇല്ലേ? ഉള്ളതിൽ അഹങ്കാരം വരുന്നുണ്ടല്ലോ. എന്നാൽ ഉള്ളതിൽ മാത്രമല്ല അഹങ്കാരം വരണേ, പ്രാപ്തി. അടുത്ത 2ാമത്തെ ഭാര്യയുടെ പേരാണ് പ്രാപ്തി. അപ്പോൾ ഈ പ്രാപ്തി എന്ന ശബ്ദത്തിന് ലളിതമായിട്ട് അർത്ഥം പറഞ്ഞാൽ ഇനി നേടിയെടുക്കാനുള്ളത്, ഭാവിയിൽ ഇനി നേടിയെടുക്കാനായിട്ട് ഉള്ളതാണ്. അപ്പം അതിലും മനോരാജ്യം കണ്ടുകൊണ്ട് അഹന്ത വരുന്നുണ്ട്, അഹങ്കാരം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ട എന്താ? ഈ പറഞ്ഞ ഈ 2നെയും ജയിക്കാനായിട്ട് സാധിക്കണം. അപ്പം അസ്ഥിയെ ജയിക്കണം, അതേപോലെ പ്രാപ്തിയെ ജയിക്കണം. ഈ 2 കൂട്ടരെ ജയിച്ചു കഴിഞ്ഞാൽ അവർ തുറന്നു വിട്ടേക്കും, പോട്ടെയൊക്കെ, അല്ലേ? അവർ പോട്ടെ. അവരെങ്ങോട്ട് പോയി? ജരാസന്ധൻ്റെ അടുത്തേക്കാണ് ഈ കംസവധാനത്തിന് പോയത്. ജലയാൽ സന്ധിക്കപ്പെട്ട ആളാണ്. ഇത് ഇടയ്ക്ക് നമ്മൾ തന്നെയാണ്. ജലയാൽ ചേർക്കപ്പെട്ടത് ആരാണ് എന്ന് ചോദിച്ചാൽ നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ 2 ചേർത്തതാണ്. അപ്പോൾ ഏത് ഈ 2? ആ 2 കഷ്ണമാണ്. ഒന്ന് പുണ്യത്തിൻ്റെ കഷ്ണവും ഒന്ന് പാപത്തിൻ്റെ കഷ്ണവും. ഇത് ജലയാൽ ചേർക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഈ ജല എന്നുള്ള ശബ്ദത്തിന് പ്രാരബ്ധം എന്ന് ഒരർത്ഥമുണ്ട്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഈ പ്രാരബ്ധം കൊണ്ട് എന്തുണ്ടായി എന്ന് വെച്ചാൽ ഇവരിവിടെ ചേർന്നു. ഇവരിവിടെ ചേർന്നതോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു രൂപം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വേണ്ടതോ പുണ്യത്തെ വർദ്ധിപ്പിക്കുക, അവസാനം അതിനെയും ക്ഷയിപ്പിക്കുക, എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് കൊടുക്കുക. ഇത്രയും ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിരോധം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ്. ആ നിരോധം ഇവിടെ പൂർണ്ണതയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ഒന്നുകൂടെ പറയട്ടെ, എളുപ്പമല്ല. 90 കടക്കണം. അതിനു മുമ്പ് പോരുതേ, 90 കടക്കണം. ആ 90 അധ്യായത്തിലൂടെ നിരോധം നമുക്ക് പൂർണ്ണമായിട്ടും ഭാഗവതം പഠിപ്പിച്ചു തരുന്നു, കാണിച്ചു തരുന്നു. കൃഷ്ണാവതാരം ഇപ്പോൾ നമുക്ക് കേൾക്കാനുള്ള കഥയിലൂടെ കേൾക്കാനുള്ളത് ഏതാണെന്ന് വെച്ചാൽ കൃഷ്ണാവതാരമാണ്. എന്തിനാണ് ഭഗവാൻ സമയാസമയങ്ങളിൽ ഓരോരോ അവതാരങ്ങൾ എടുക്കുന്നത്? അപ്പോൾ ആരെയും ചോദിച്ചു നോക്കിയാൽ എന്തിനാണ് ഭഗവാൻ കൃഷ്ണനായിട്ട് അവതരിച്ചത്? പെട്ടെന്ന് സാധാരണക്കാരായ നമ്മുടെ നാവിൽ വരുന്ന ഉത്തരമാണ് കംസവധം. എന്തിനാണ് ഭഗവാൻ രാമനായിട്ട് അവതരിച്ചത്? പെട്ടെന്ന് നമ്മുടെ നാവിൽ വരുന്ന ഉത്തരമാണ് രാവണവധം.
എന്നാൽ സത്യത്തിൽ ആരെയും തല്ലാനോ കൊല്ലാനോ ഇടിക്കാനോ പിടിക്കാനോ ഒന്നുമല്ല ഈ അവതാരങ്ങളൊക്കെ. ഒരു കംസവധമായിരുന്നു ഈ കൃഷ്ണാവതാരത്തിൻ്റെ ഉദ്ദേശം എന്ന് വയ്ക്കുക. ശ്രദ്ധിക്കണേ, മനസ്സ് വിടരുത്. കാരണം കഥയെന്ന് വിട്ടിട്ടാണ് അല്പസമയം സംസാരിക്കുന്നത്. വളരെ ശ്രദ്ധയോടും ബാഹ്യമായിട്ടുള്ള ചലനവും ശബ്ദവും ഒന്നും ശ്രദ്ധിക്കണ്ട. ഒരു കംസനെ കൊല്ലാൻ വേണ്ടി ആയിരുന്നു ഈ കൃഷ്ണാവതാരം നിൽക്കുക. 11ാമത്തെ വയസ്സിലെ കൃഷ്ണൻ കംസനെ കൊന്നിട്ടുണ്ട്. വേണമെങ്കിൽ അപ്പോൾ പുസ്തകം മടക്കിയിട്ട് വീട്ടിൽ പോയായിരുന്നില്ലേ? വേണി നിർത്തി പോയായിരുന്നില്ലേ? പോയോ? ഇല്ല. എത്ര കാലം ഇരുന്നു? 125 മനുഷ്യായുസ്. അന്നത്തെ ആ ദ്വാപരാന്ത്യത്തിലെ പരമാവധി ആയുസ് അതായിരുന്നു. ആ ധർമ്മത്തെ തെറ്റിക്കാൻ താൻ തയ്യാറല്ല എന്ന ആ ഭാവത്തിലാണ് 125ാമത്തെ വയസ്സിൽ. അപ്പോൾ ഈ 11 മുതൽ ഈ 125 വരെ ഇരിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ മനസ്സിലാക്കുക, കംസനെ കൊല്ലലല്ല ഈ കൃഷ്ണാവതാരത്തിൻ്റെ ഉദ്ദേശം. ഇനി ഒരു രാവണവധമായിരുന്നു ശ്രീരാമാവതാരത്തിൻ്റെ ഉദ്ദേശം നോക്കിയാൽ. 42-43 വയസ്സ് പ്രായമുള്ളപ്പോഴാണ് ആ രാവണനെ കൊന്നത്. എന്നാൽ സ്വർഗാരോഹണം എത്രാമത്തെ വയസ്സിലാണ്? ഇപ്പോൾ കൃഷ്ണൻ്റെ സ്വർഗാരോഹണം പറഞ്ഞു 125 വയസ്സാണ്. എന്നാൽ രാമൻ്റെ സ്വർഗാരോഹണം എത്രാമത്തെ വയസ്സിലാണ്? 11,133 വയസ്സിലാണ്. അപ്പോൾ ഇത്രയും കാലം ഈ ഒരു 42-43 വയസ്സ് മുതൽക്ക് ഈ 11,000 ചില്ലാനം വർഷം വരെ ഈ വേദനയൊക്കെ സഹിച്ച് ഈ ത്യാഗമൊക്കെ സഹിച്ച് കഴിയേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് ഈ രാമാവതാരത്തിൻ്റെ ഉദ്ദേശം? മനസ്സിലാക്കുക, രാമാവതാരം മാത്രമല്ല, മുഖ്യ ഉദ്ദേശം എന്താ? മർത്യാവതാരസ്ഥിത മർത്യശിക്ഷണം. ഒരു സാധാരണ മാനവനായിട്ട് വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ അനുഭവിക്കേണ്ടത്, ഏതേത് ത്യാഗമാണ് അവിടെ സഹിക്കേണ്ടതായിട്ടുള്ളത് എന്ന് തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്ന ആളാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ. എന്നിട്ട് മാത്രമാണ് ഈ 11,000 ചില്ലാനം വർഷം കഴിഞ്ഞ് ആ സരയൂരിലൂടെ പോയിരിക്കുന്നത്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ, രാമകൃപയുണ്ടെങ്കിൽ, ആ ഭഗവാൻ അലിഞ്ഞതായ രാമദേഹത്തെ സമർപ്പിച്ചതായ ആ സ്വർഗാരോഹണ ഘാട്ടിലേക്ക്, ആ സരയൂ നദിയിലേക്ക് നമുക്ക് പോകാം, ഒന്ന് സ്നാനം ചെയ്യാം. ഭാഗ്യമുണ്ടെങ്കിൽ മാത്രം, ഭഗവാൻ അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രം. പറഞ്ഞു വരുന്നത് എന്തിനാണ് ഭഗവാൻ അവതരിക്കുന്നത്? വളരെ വ്യക്തമായിട്ട് നവമസ്കന്ധത്തിലെ അവസാനത്തെ അധ്യായത്തിൽ 24ാമത്തെ അധ്യായത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 56ാമത്തെ ശ്ലോകത്തിൽ. എന്തിനാ ഇത്ര എടുത്ത് പറഞ്ഞു വെച്ചാൽ ഇനി ആരെയും ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാൻ കിട്ടണം എന്തിനാണ് അവതാരം. ഈ ശ്ലോകം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. യഥാ യഥാ ഇഹ ധർമ്മസ്യ ക്ഷയ വൃദ്ധിശ്ച പാത്മന തദാ തു ഭഗവാൻ ഈശ ആത്മാനം സൃജതേ ഹരി. സമാനമായ ഒരു ശ്ലോകം ഗീതയിലും കാണാം. അപ്പോൾ യഥാ യഥാ ഇഹ ധർമ്മസ്യ, ശ്രദ്ധിച്ച അർത്ഥം മനസ്സിലാക്കാം. യഥാ യഥാ ഇഹ ധർമ്മസ്യ ക്ഷയ, എപ്പോഴാണോ ഈ ഉലകത്തിൽ ധർമ്മം ക്ഷയിക്കുന്നത്. ഈ ധർമ്മം ക്ഷയിച്ച അടുത്ത ആളെ തലമുക്കി ആരാ? ഇതിൻ്റെ വിപരീത അധർമ്മം. ഈ അധർമ്മം അതിൻ്റെ മൂർധന്യത്തിലെത്താൻ ഭഗവാൻ സമ്മതിക്കുകയില്ല. അന്നേ സ്വയം തദാതു ഭഗവാൻ ഈശ ആത്മാനം സൃജതേ ഹരി. വളരെ ചിന്തനീയമാണ് ഈ പദങ്ങളൊക്കെ. ആത്മാനം, ആത്മാ എന്ന വാക്കുകൊണ്ട് തന്നെ സർവത്ര നിറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ സർവത്ര ഇനി കൃഷ്ണാവതാരത്തിൽ പറയാണ്ട് വൈകുണ്ഠത്തിൽ നിന്ന് വന്നു എന്നല്ല പറഞ്ഞത്. വേണേൽ പറയായിരുന്നു വൈകുണ്ഠത്തിൽ നിന്ന് ഇറങ്ങി വന്നു, അല്ലെങ്കിൽ ഗോലോകത്തിൽ നിന്ന് ഇറങ്ങി വന്നു, അല്ലെങ്കിൽ കൈലാസത്തിൽ നിന്ന് ഇറങ്ങി വന്നു എന്നൊക്കെ വേണേൽ പറയായിരുന്നു. ഇതൊന്നും പറയാതെ ഭഗവാൻ വ്യാസർ പറഞ്ഞത് സർവഭൂത ഗുഹാശ്രയ എന്നേ പറഞ്ഞുള്ളൂ. ഗുഹ എന്നുള്ള വാക്കിന് ഹൃദയം എന്നർത്ഥം. ഈ കാണുന്ന എല്ലാവരുടെയും ഹൃദയത്തിൽ പ്രകാശിക്കുന്നതായ ആ തേജസ്, ആ ഭഗവാനാണ് ആരായിട്ട് വന്നത്? കൃഷ്ണനായിട്ട് വന്നത്. അപ്പോൾ ആത്മാനം സൃജതേ ഹരി.
അപ്പോൾ അധർമ്മത്തെ ഹരിക്കാൻ ഇല്ലാതാക്കി തീർക്കാനായിട്ട് സംഹരിക്കാനായിട്ട് കാലാകാലങ്ങളിൽ ഭഗവാൻ അവതരിക്കുന്നുണ്ട്. ഓരോ ക്ഷണവും ഭഗവാൻ അവതരിക്കുന്നുണ്ട്. പക്ഷെ നമുക്കത് അറിയാൻ പറ്റുന്നില്ല, തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്ന് മാത്രമാണ്. എന്നാൽ വിശേഷേണ ഈ കൃഷ്ണാവതാരത്തിനും രാമാവതാരത്തിനും ഈ മഹത്വം കൊടുക്കാൻ കാരണം എന്താ വെച്ചാൽ സർവ്വകലകളോടുകൂടി വന്നുകൊണ്ടാണ്. 16 കലകളോടുകൂടി വന്നുകൊണ്ടാണ് ഈ കൃഷ്ണാവതാരത്തിന് മഹത്വം ഉണ്ടായത്. ഇതേ 16 കലകളോടുകൂടി വന്നുകൊണ്ടാണ് ശ്രീരാമാവതാരത്തിന് മഹത്വം ഉണ്ടായത്. പക്ഷേ അതിലൊന്ന് വേണ്ട അച്ചു, 15 മതിയിച്ചു ഭഗവാൻ. ഇതാണ് ഇത് തമ്മിലുള്ള ഈ രാമാവതാരവും ഈ കൃഷ്ണാവതാരവും തമ്മിലുള്ളതായ ഈ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ അനുഗ്രഹായ ഭക്താന, വിശിഷ്യ ഈ കൃഷ്ണാവതാരം ആരനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്? കലോ ജനിഷ്യ, ഈ കലികാലത്ത് ജനിക്കാൻ പോകുന്ന, ഇതന്നും സൂതം പറഞ്ഞതാണ് നൈമിഷാരണ്യത്തിൽ വെച്ച് ഒരു 5000 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഈ കലികാലത്ത് ജനിക്കാൻ പോകുന്ന, ഒരുപക്ഷെ നമ്മളെയൊക്കെ തന്നെ ഉദ്ദേശിച്ചത്. അപ്പോൾ നമുക്കൊക്കെ വേണ്ടിയിട്ടാണ് ഭഗവാൻ രാമനായിട്ടും കൃഷ്ണനായിട്ടും ഈ ഉലകത്തിൽ ആവിർഭവിച്ചിരിക്കുന്നത്. പരീക്ഷിത മഹാരാജാവിനായിട്ട് ചുരുക്കത്തിൽ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു കൃഷ്ണകഥകൾ. ഇത് പുരാണങ്ങളുടെ ഒരു ശൈലിയാണ്. എന്താണോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഉദ്ദേശിക്കുന്നത് ചുരുക്കത്തിൽ പറയുക, എന്നിട്ട് വിസ്തരിക്കാനുള്ളത്. ഈ പ്രാസംഗിക ധർമ്മത്തിലും ഇത് പറയുന്നുണ്ട്. ചറപറാന്ന് വെറുതെ പറയാൻ പാടില്ല. നല്ലൊരു പ്രാസംഗികൻ എങ്ങനെയാവണം എന്ന് ചോദിച്ചാൽ ആദ്യം താൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചുരുക്കത്തിൽ പറയണം. അത് കഴിഞ്ഞ് എത്ര സമയം ഇത് പറയും എന്ന് വെച്ചാൽ 1 മണിക്കൂറെങ്കിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂറെങ്കിൽ 1.5 മണിക്കൂർ, കൃത്യം ആ സമയത്ത് നിർത്തും വേണം. അതെന്തിനാ? എന്താ ഇത് മനഃശാസ്ത്രമാണ്. ഏതൊരു ശ്രോതാവിൻ്റെയും ശ്രദ്ധ പാളിപ്പോകും. നമ്മുടെയൊക്കെ ശ്രദ്ധ നിൽക്കും. എത്ര സമയം നിൽക്കുക അറിയോ? ശാസ്ത്രം പോലും സമ്മതിക്കുന്നത് പരമാവധി 35 മിനിറ്റ് മാത്രമേ, ഇനി എത്ര വലിയ പ്രസംഗമാണെങ്കിലും ഒരാളുടെ ശ്രദ്ധ അവിടെ നിൽക്കുള്ളൂ. അതുകൊണ്ടാണ് വിദ്യാലയത്തിലൊക്കെ ഒരു പീരീഡ് എന്ന് പറയുന്നത് ഒരു 40 മിനിറ്റാക്കി ചുരുക്കിയത്, അല്ലെങ്കിൽ 45 മിനിറ്റ് ആക്കിയിട്ട് ചുരുക്കിയത്. ഇനി അതിൻ്റെ അപ്പുറത്തേക്ക് നിൽക്കാൻ വലിയ പ്രയാസമാണ്. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് നിൽക്കാൻ വലിയ പ്രയാസം. നമ്മുടെ ശ്രദ്ധ പാളിപ്പോൾ. അതുകൊണ്ട് ഈ ശുകദേവൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ താൻ പറയുന്ന കാര്യം ചുരുക്കത്തിൽ പറഞ്ഞ് പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ വിസ്തരിക്കുക, ഇല്ലെങ്കിൽ എന്തിനാ വിസ്തരിക്കണം? അവസാനത്തെ ശ്ലോകം യസ്യാനനം മകരകുണ്ടലചാരുവർണ്ണ ഭ്രാജൽകപോല സുഭഗം സുവിലാസഹാസം സവിലാസഹാസം നിത്യോത്സവം തതൃഭദ്ദൃശിഭിഃ പിബന്ത്യോ നാര്യാ നരാശ്ച മുദിതാ കുപിതാ നിമേഷ്ഠ. അന്ന് ഭഗവാന്റെ പത്നിമാരൊക്കെ ഇടയ്ക്ക് ആ കണ്ണുകളെ ഒന്ന് ശപിക്കുമത്രേ. എന്തിന്? ആ കണ്ണടയ്ക്കുന്ന സമയം അവർക്ക് നാരായണനെ കാണാൻ പറ്റണില്ലല്ലോ, കൃഷ്ണനെ കാണാൻ പറ്റണില്ലല്ലോ. ഇപ്പോൾ ആ ചെറിയ ഒരു ത്രുടി എന്ന് പറഞ്ഞ സമയം വെറുതെ ഇങ്ങനെ കണ്ണടയ്ക്കുമല്ലോ. അപ്പോൾ അത്ര പോലും അവർക്ക് കൃഷ്ണനിൽ നിന്ന് അകന്നു നിൽക്കാൻ പറ്റുമായിരുന്നില്ല. ആ കൃഷ്ണൻ, ആ ഭഗവാൻ ജാതോഗത പിതൃഗൃഹാത് വ്രജമേധിതാർത്ഥോ ഹത്വാ രിപൂൻ സുതശതാനി കൃതോരുദാര ഉൽപാദ്യതേഷു പുരുഷ ക്രതുഭിഃ സമീചേ മാനമാത്മനിഗമം പ്രഥയൻ ജനേഷു. മധുരയിൽ ആവിർഭവിച്ചു, പുറച്ചത്തിലേക്ക് പോയി, ഗോകുലത്തിലേക്ക് പോയി, ലീലകളാടി, വൃന്ദാവനത്തിൽ പോയി അത്യത്ഭുതമായ ലീലകളാടി, മധുരയിൽ വന്ന കംസാദികളെ ഇല്ലാണ്ടാക്കി തീർത്തു. പിന്നീട് ജരാസന്ധനായിട്ട് യുദ്ധം ചെയ്തു. അത് കഴിഞ്ഞ് പ്രത്യാസവൈ ഗുരുഭരം ക്ഷപയൻ ഗുരുണ അന്തസ്സമുദ്ധകലിന യുധിഭൂപജംവ ദൃഷ്ട്യാ വിധൂയ വിജയേ ജയമുദ്ഘോഷ്യ പ്രോച്യോദ്ധവായ ജവരം
സ്വധാമ ദ്വാരകയിൽ താമസാക്കി രുക്മിണ്യാദി പത്നിമാരോട് കൂടിയിട്ട് ആ ഭഗവാൻ എന്നിട്ട് ശോഭിച്ചു. തീർന്നില്ല. ഈ ഭൂമിയുടെ ഭാരം കുറയ്ക്കണം തോന്നി. അതിന് ഭഗവാൻ കണ്ടുപിടിച്ച സൂത്രം എന്താ വെച്ചാൽ ഒരു കുടുംബത്തിനകത്ത് കയറിയിട്ട് തമ്മിലുണ്ടാക്കാണ്. അങ്ങനെ ഈ കൃഷ്ണൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ, ഇതൊന്നും അനുകരിക്കരുതേ, ഈ കൃഷ്ണൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ പതുക്കെ ഒരാവശ്യമില്ലാണ്ട് ഒരു കുടുംബത്തിനകത്ത് കയറി. ആ കുടുംബത്തിനകത്ത് കയറിയിട്ട് കൃഷ്ണൻ തന്നെ അവർ തമ്മിൽ തല്ലിച്ചു. ആരെ? ഈ പാണ്ഡവരെയും ഈ കൗരവരെയും തമ്മിൽ തല്ലിച്ചു. അങ്ങനെ തല്ലിച്ച് പാണ്ഡവരെ മാത്രം ബാക്കി വെച്ചു. വെറും 5 എണ്ണത്തെ മാത്രം ബാക്കി വെച്ച് ഇരുപക്ഷത്തുള്ള എല്ലാ എണ്ണത്തെയും അങ്ങോട്ട് ഇല്ലാണ്ടാക്കി തീർത്തു. എളുപ്പത്തിൽ പണി തീർത്തതാ. വെറും 18 ദിവസം മാത്രമേ വേണ്ടി വന്നുള്ളൂ ഈ ഭാരത്തെ കുറയ്ക്കാൻ. അതിനിടയ്ക്ക് തനിക്ക് ഈ ലോകത്തോട് ചിലത് പറയാനുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല ആ കൃഷ്ണൻ. ഈ ലോകത്തോട് ചിലത് പറയാനുണ്ട്. അപ്പോൾ തനിക്ക് എന്താണോ പറയാനുള്ളത്, പ്രധാനമായിട്ട് 2 ആശയങ്ങളാണ്. അതിലൊന്ന് പ്രവൃത്തി മാറുകയാണ്, അടുത്തത് നിവൃത്തി മാറുകയാണ്. അപ്പോൾ തൻ്റെ ഭാഷ എല്ലാവർക്കും മനസ്സിലാകുക. ഇത് എല്ലാവർക്കും മനസ്സിലാവാത്തതുകൊണ്ട് ഇത് മനസ്സിലാവുന്ന 2 വ്യക്തിത്വങ്ങളാണ് ആ ദ്വാപരാന്ത്യത്തിൽ അക്കാലത്തുണ്ടായത്. അതിൽ ഒന്ന് അർജുനന് കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ചിട്ട് യുദ്ധത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ആ ഗീതയാവട്ടെ വർണ്ണിച്ച് കേൾപ്പിച്ചു കൊടുത്തു. ആർക്ക്? അർജുനനിലൂടെ എന്നാണ്. അർജുനനിലൂടെ ഈ ലോകത്തിലേക്ക് എത്തിച്ചു. അവസാനമാകുമ്പോഴോ തൻ്റെ പ്രിയനായിരിക്കുന്ന ഉദ്ധവരെ മാത്രം പ്രത്യേകം എടുപ്പിച്ചു. തനിക്ക് പറയാനുള്ള ആത്മതത്വങ്ങൾ ആ ഉദ്ധവരിലൂടെയും ഈ ലോകത്തിലെത്തിച്ച് അവസാനം തനിക്ക് തോന്നി തൻ്റെ മക്കളൂടെ കുറയുന്നുണ്ട്, തൻ്റെ മക്കളുടെ മക്കളുണ്ട്, ഇവരൊക്കെ നാളെ തല പൊക്കാൻ തുടങ്ങും. എന്ത് പറഞ്ഞിട്ടാണ്? ഞാൻ കൃഷ്ണൻ്റെ മോനാ, അല്ലെങ്കിൽ കൃഷ്ണൻ്റെ പേരക്കുട്ടിയാണ് എന്ന് പറഞ്ഞ് ഈ ലോകത്തെ ഇവരെ ഉപദ്രവിക്കുന്ന ആ കൃഷ്ണനെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പം കൊണ്ട് തന്നെ അവരെയും തമ്മിൽ തല്ലിച്ചു. മറ്റൊരു കുടുംബത്തിനകത്ത് കയറി തമ്മിൽ തല്ലിക്കുന്ന ആൾക്ക് സ്വന്തം കുടുംബത്തിൽ തമ്മിൽ തല്ലിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല. അപ്പോൾ അവിടെയും അകത്ത് കയറിയിട്ട് തമ്മിൽ തല്ലിച്ചിട്ട് അവരെയും ഉണ്ടാക്കി തീർത്തു. എന്നിട്ട് ഈ ഭൂമിയുടെ ഭാരത്തെ ഇല്ലാതാക്കി തീർത്ത് അവസാനം നേരെ ഈ കൃഷ്ണവേഷം അഴിച്ചു വെച്ചു. എൻ്റെ പരീക്ഷത്തെ ഇത് ഭാഗവതം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പതുക്കെ ഈ പരീക്ഷത്തിൻ്റെ മുഖത്തേക്ക് നോക്കി. അദ്ദേഹത്തിന് തൃപ്തിയായില്ല. അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ കേട്ടാൽ പോലെ എനിക്ക് വിസ്തരിച്ച് തന്നെ ഈ കഥകൾ കേൾക്കണം. കാരണം ഞാനും കൃഷ്ണനും തമ്മിലുള്ള ആ ഒരു ബന്ധം അങ്ങനെയാണ്. ഇത് കേട്ടപ്പോൾ വലിയ സന്തോഷമായി ശുദ്ധദേവർക്ക്. എന്താ വെച്ചാൽ കേൾക്കാൻ താല്പര്യമുണ്ട്, പഠിക്കാൻ താല്പര്യമുണ്ട് എന്ന് കാണുമ്പോഴാണ് ഒരു ഗുരുവിന് ശിഷ്യഗണങ്ങളോട് എന്തെങ്കിലും പറയാൻ തോന്നുന്നത്. മുഷിപ്പില്ലാതെ മടുപ്പില്ലാതെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കാണുമ്പോഴേ എന്തെങ്കിലും പറയുള്ളൂ, അല്ലെങ്കിൽ ഒന്നും പറയില്ല. ശുദ്ധദേവർ പറഞ്ഞു, നന്നായിട്ടോ, സമ്യക് വ്യവസിത ബുദ്ധി തവ രാജർഷി സത്തമ വാസുദേവ കഥായാം തേ യൽ ജാത നിഷ്ഠി ഗതി. തോന്നിയല്ലോ, ചോദിക്കാൻ തോന്നിയില്ലേ? ഈ വാസുദേവൻ്റെ കഥ, ഭഗവാന്റെ കഥ എന്താ അതിൻ്റെ പ്രത്യേകത? വാസുദേവ കഥാപ്രശ്ന പുരുഷാം സ്ത്രീ പുനാതി വക്താരം പൃച്ഛകം ശ്രോതൃ തത് പാദസലിലം യഥാ. ഈ ഭഗവത് കഥകളുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ 3 കൂട്ടരെ ഒരുപോലെ അനുഗ്രഹിക്കുന്ന പറയാം. ആര് ഈ 3 കൂട്ടരെ? വക്താരം, പൃച്ഛകം, ശ്രോതൃ. ഒന്ന് വക്താക്കളാണ്. വക്താക്കൾ വെച്ചാൽ ഇവിടുന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ വായിക്കുന്ന ആൾക്കാർ. ശ്രോതാക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അവിടെ ഒരു ഭാഗത്തിരുന്ന് ശ്രദ്ധയോടുകൂടി കേൾക്കുന്നവർ ശ്രോതാക്കളാണ്. ഇത് മാത്രം മതിയോ? പോരാ. പൃച്ഛക വെച്ചാൽ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ്.
അപ്പോൾ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ആൾക്ക് ഏത് സമയത്തും ഇവിടെ ഇരിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല, കേൾക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എന്നാൽ ഭഗവാൻ എന്താ ചെയ്യണം വെച്ചാൽ ഈ 3 കൂട്ടരെയും ഒരുപോലെ അനുഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെ അനുഗ്രഹിച്ച് അവരെ എത്തിക്കണം. എവിടെ എത്തിക്കുന്നത്? തത് പാദ സലിലം യഥാ എന്നാണ്. അപ്പം അവൻ്റെ പാദത്തിൽ നിന്ന് ഉദ്ഭവിക്കുന്നതായ ജലം, ഏതാ ജലം? ആ ജലമാണ് ഗംഗ. അപ്പോൾ ആ ഗംഗയ്ക്ക് എത്ര ഒരു പവിത്രതയുണ്ടോ, ആ ഗംഗയ്ക്ക് എന്തൊരു ശുദ്ധിയാണോ ഉള്ളത്, ആ തത്തുല്യ ശുദ്ധിയാണ് ഭാഗവതം വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും അതേപോലെ ശ്രദ്ധിക്കുന്നവർക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവർക്കും ഭഗവാൻ അനുഗ്രഹിച്ച് കൊടുക്കുന്നത്. പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. ദ്വാപര ഏതാണ്ട് കഴിയാറായി. ഇവിടെ കംസാദി ദുഷ്ടന്മാർ പെരുകിയിട്ടുണ്ട്. ഈ ഭൂമിക്കാണെന്ന് വെച്ചാൽ ഭാരം താങ്ങാൻ പറ്റാത്തൊരു അവസ്ഥയിൽ ഈ ഭൂമിദേവി എന്ത് ചെയ്തു വെച്ചാൽ ഇന്ദ്രനെ ചെന്ന് കണ്ട് ശരണം പ്രാപിച്ചു. ഇന്ദ്രൻ പതുക്കെ ഇവരെയും കൂട്ടിയിട്ട് നേരെ ബ്രഹ്മലോകത്തേക്ക് പോയി ബ്രഹ്മാവിൻ്റെ അടുത്തെത്തി. ബ്രഹ്മാവ് എല്ലാവരെയും കൂട്ടി നേരെ സർവ്വലോകനാഥനായിരിക്കുന്ന ആ ഭഗവാന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടായി. ഇതാ ഒരു ക്രമമാണ് പറയുന്നത്. അങ്ങനെയേ നമുക്ക് പോകാൻ സാധിക്കുള്ളൂ. എന്നാൽ വേണമെങ്കിൽ പറയാം, എന്നാൽ ഈ ഭൂമിക്ക് നേരെ ആ വൈകുണ്ഠത്തിലേക്ക് പോയാൽ പോരെ. അതൊരു സമ്പ്രദായമല്ല. അപ്പോൾ ക്രമം എങ്ങനെയാണ്? പതുക്കെ ഇന്ദ്രൻ്റെ അടുത്ത് പോകും. ഇന്ദ്രൻ അവിടുന്ന് ബ്രഹ്മാവിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കും. ബ്രഹ്മാവ് നേരെ എന്ത് പറഞ്ഞു? വിഷ്ണു ലോകത്തേക്ക്, ഭഗവാന്റെ അടുത്തേക്ക് പറഞ്ഞു. തനിക്ക് പറ്റില്ല എന്ന് അറിയുമ്പോഴാണ് ആ ഭഗവത് ലോകത്തിലേക്ക് പറഞ്ഞേക്കാം. സങ്കടം മുഴുവൻ കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ അവതരിക്കാനായിട്ട് നിശ്ചയിച്ചിട്ടുണ്ട്. വസുദേവപുത്രനായിട്ട് കൃഷ്ണൻ എന്ന ഭാവത്തിൽ ആവിർഭവിച്ച് ഇവിടെ ബാധിച്ചതായിരിക്കുന്ന ആ അധർമ്മം പൂർണ്ണമായിട്ട് ഇല്ലാണ്ടാക്കി തീർക്കും. സന്തോഷമായിട്ട് സമാധാനമായിട്ട് പൊക്കോളുന്നതാണ്. ഇനി ശ്രീമദ് ഭാഗവതം നമ്മളെ കൊണ്ടുപോകുന്നത് മധുരാപുരിയിലേക്കാണ്. മധുരാപുരിയിൽ അതിഗംഭീരമായ ഒരു വിവാഹം, ദേവകിയുടെയും വസുദേവരുടെയും. കംസൻ്റെ ചെറിയ അനിയത്തിയാണ് ഈ ദേവകി. അത്ര ഇഷ്ടമാണ് ഈ കംസന് ഈ ദേവകിയോട്. എന്താ വെച്ചാൽ ഒരു അനിയത്തി എന്നല്ല, ഒരു മക്കളെ പോലെ കംസൻ എടുത്ത് വളർത്തിയ കുട്ടിയാണ്. ആ ഒരു വാത്സല്യം ഈ കംസന് നല്ലോണം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ കംസന് തോന്നി തൻ്റെ മറ്റ് സഹോദരിമാരെയൊക്കെ വിവാഹം കഴിച്ചു കൊടുത്തിരിക്കുന്നത് ഈ വസുദേവർക്ക് തന്നെയാണ്. ഈ കുട്ടിയെയും അങ്ങനെ ആയിക്കോട്ടെ, രോഹിണി മുതലായ മറ്റു ഭക്തിമാരുണ്ടല്ലോ അദ്ദേഹത്തിന്. അപ്പോൾ ഈ കുട്ടിയും ഈ ദേവകിയെയും അങ്ങനെ തന്നെ ആവട്ടെ എന്ന് കരുതിയിട്ട് ഈ വസുദേവർക്കായിട്ട് വിവാഹം കഴിച്ചു കൊടുക്കണം. ഒരുപാട് സമ്മാനങ്ങൾ, ഈ സമ്മാനങ്ങൾ എപ്പോഴാണ് കൊടുക്കുക? ഇഷ്ടപ്പെടുമ്പോഴേക്ക് കൊടുക്കുന്ന സമ്മാനം. അത് എത്ര കൊടുത്താലും പോരാ എന്ന് ചിലപ്പോൾ തോന്നിപ്പോകും. എന്ത് കൊടുത്താലും പോരാന്ന് അങ്ങനെ തോന്നിപ്പോകും. ഒരു അതൃപ്താവസ്ഥ ഉണ്ടായി. അത് ഈ കംസനും ഉണ്ടായി. ആയിരക്കണക്കിന് തേരുകളെ കൊടുത്തു, കാലാൾ പടയാളികളെ കൊടുത്തു, കുറേ കുതിരകളെ കൊടുത്തു, 400ഓളം ആനകളെ കൊടുത്തു. ഇതൊക്കെ കിട്ടിയിട്ട് ഈ ദേവകിക്ക് ഇപ്പോൾ എന്ത് ചെയ്യാനാണ്? ദേവകിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും വേണ്ടേ എന്ന് കരുതി അവസാനം കൊടുത്തു. ദാസീന സുകുമാരീണ ദ്വേഷതേ സമലം കൃതയേ. 200 ദാസികളെ, അതും സർവ്വവിധത്തിലുള്ള അലങ്കാരങ്ങളോട് കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ദേവകിക്ക് മാത്രമായിട്ട്. എന്നിട്ട് പോരാ തോന്നി. അപ്പോഴാണ് പുതിയ ഒരു തേര്, ആ തേരുന്നവരെ പുറത്തേക്ക് എടുത്തിട്ടൊന്നുമില്ല. ആദ്യമായിട്ട് ആ അലങ്കരിച്ച തേര് പുറത്തേക്ക് എടുത്തു. ഇത് ദേവകിക്കുള്ളതാണ്. സാരഥിയോട് പറഞ്ഞു, നീ ഇറങ്ങും, ഞാനാണ് ഇതിൻ്റെ സാരഥി എടുക്കുന്നത് എന്ന് പറഞ്ഞ് സ്വയം ആ കംസൻ ആ സാരഥിയുടെ സ്ഥാനത്തിരുന്ന് കടിഞ്ഞാണ് പിടിച്ചു. വാദ്യഘോഷത്തോടു കൂടിയിട്ട് അതാ ആ തേര് മുന്നോട്ട്. ലക്ഷക്കണക്കിന് ജനങ്ങൾ 2 ഭാഗത്തും തിങ്ങി നിൽക്കേണ്ട, ലക്ഷക്കണക്കിന് ജനങ്ങൾ തിങ്ങി നിൽക്കേണ്ട. അവരുടെ ഇടയിലൂടെ ഈ മധുരാനഗരത്തിൻ്റെ വെളിയിലെത്തിയപ്പോൾ പെട്ടെന്ന് ആകാശത്തൊരു ശബ്ദം ഉണ്ടായി. അബുധ എന്നൊരു വിളിയാണ് ആദ്യം തന്നെ കേട്ടത്. ഈ കംസൻ പതുക്കെ നോക്കി, ആ ശബ്ദം കൊണ്ട് തുറന്നു. ഹേ കംസ, ഏതൊരു ദേവകിയുടെ
വിവാഹമാണോ ഇത്ര കേമായിട്ട് നീ കഴിച്ചത്? ആ ദേവകിയുടെ 8ാമത്തെ ഗർഭം നിന്റെ അന്തകനായിട്ട് തീരും. ശ്രദ്ധിക്കണേ, പറഞ്ഞ വാക്കത് 8ാമത്തെ ഉണ്ണി എന്നല്ല പറഞ്ഞ 8ാമത്തെ ഗർഭം നിന്റെ അന്തകനായിട്ട് തീരും. ഇത് കേട്ടതോടുകൂടി കംസൻ സർവ്വഭാവമായിട്ട് വിട്ടു, കടിഞ്ഞാണ് വിട്ടു, ചമ്മട്ടിപ്പോലും കളഞ്ഞു, ചാടി പുറത്തേക്ക് ഇറങ്ങി, ഉറയുന്ന വാള കണ്ട് ഊരിയെടുത്തു. ഗഡ്ഗപാണി കക്ഷേ ഗൃഹീത്ത് നേരെ ആ ദേവകിയുടെ അടുത്ത് പോയിട്ട് ആ ദേവകിയുടെ തലമുട്ടിക്ക് പിടിച്ച് പിടിച്ച് താഴത്തിട്ട് ആ ദേവകിയെ കൊല്ലാനായിട്ട് ഭാവിക്കുക. പതിവ്രതകളുടെ തലമുടിയിൽ അഗ്നി ഉണ്ടാവുമെന്നാണ് സങ്കല്പം. ഈ ഒരു പിടുത്തം, ഇത് അനിയത്തിയാണ്, ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ കൊല്ലാനല്ലേ. ഈ ഒരു പിടുത്തം വേണമെങ്കിൽ പറയാം ഇദ്ദേഹത്തിൻ്റെ നാശത്തിന് കാരണമായിട്ട് മാറി. അരണ്യകാണ്ഡത്തിൽ ഒരു രാവണൻ എന്താ ചെയ്തത്? ആ സീതയുടെ തലമുടിക്ക് പിടിച്ചിട്ടാണ് വിളിച്ച് ആ രഥത്തിലേക്ക് ഇരുന്നത്. ആ ഒരു പ്രവൃത്തി അദ്ദേഹത്തിൻ്റെയും നാശത്തിന് കാരണമായിട്ട് തീർന്നു. മഹാഭാരതം നോക്കിയോ, ദുശാസനൻ എന്ത് ചെയ്തു? ആ പാഞ്ചാലിയുടെ ദ്രൗപദിയുടെ തലമുടിക്ക് പിടിച്ചിട്ടാണ് വിളിച്ച് ആ സഭയിൽ കൊണ്ടുവന്ന് അപമാനിക്കാനായിട്ട് ശ്രമിച്ചത്. അത് ഈ കൗരവാദികളുടെ നാശത്തിന് കാരണമായിട്ട് തീർന്നിരിക്കുകയാണ്. ഇവിടെ ഈ കംസൻ ദേവകിയെ കൊല്ലാനായിട്ട് ഭാവിച്ച സമയത്ത് അപ്പോഴാണ് വസുദേവൻ ഇടപെടുന്നത്. വസുദേവൻ പറഞ്ഞു, അരുത്, നല്ല നല്ല വാക്കുകളാണ് ഈ വസുദേവരുടെ. വേദാന്താണ്. എന്താണ് ഈ വസുദേവർക്ക് പറയാനുള്ളത്? അദ്ദേഹം പറഞ്ഞു, ശ്ലാഘനീയ ഗുണശൂരൈ ഭവാൻ ഭോജേഷസ്കര സകലം ഭഗിനീം ഹന്യാത് സ്ത്രീയം ഉദ്വാഹപർവണീ. അരുത്, സ്ത്രീവധം അരുത് എന്നാണ്. സ്ത്രീ എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, ഭഗിനി, അങ്ങയുടെ അനിയത്തിയല്ല. അതും സന്ദർഭം ഏതാ നോക്കണേ. ഉദ്വാഹപർവണി, ഉദ്വാഹം, ഉദ്വാഹം എന്ന വാക്കിന് കല്യാണം, വിവാഹം എന്നൊക്കെ അർത്ഥം. അപ്പോൾ ഈ വിവാഹ ദിനം തന്നെ ഇത് ചെയ്യണത് ശരിയാണോ? അല്ല. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങ് ഈ ദേവകിയെ കൊല്ലണത്? അങ്ങ് മരിക്കാണ്ടിരിക്കാനോ? ദേവകിയെ കൊന്നാലും ഇല്ലെങ്കിലും അങ്ങേക്ക് മരണമുണ്ട്. മരിക്കാതിരിക്കാനൊന്നും പറ്റില്ല. മരണമില്ലാത്ത അവസ്ഥയൊന്നും ഇവിടെ ആർക്കുമില്ല. ആ ഹിരണ്യകശിപു ആവണ പണിയൊക്കെ എടുത്തിട്ടുണ്ട്, പല പല വരങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അദ്ദേഹത്തിന് പോലും മരണമുണ്ടായി, അല്ലേ? അദ്ദേഹത്തിന് പോലും നാശമുണ്ടായി. അപ്പോൾ മരണമില്ലാത്ത ഒരു അവസ്ഥ ഇവിടെ ആർക്കുമില്ല. മരിക്കും. ഇനി മരിക്കാതിരിക്കണമെങ്കിൽ ഒറ്റ സൂത്രം മാത്രമേ ഉള്ളൂ. ആരെങ്കിലും മരിക്കാതിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒറ്റൊരു സൂത്രം മാത്രം പറഞ്ഞാൽ ജനിക്കാതിരുന്നാൽ മതി. അപ്പോൾ ഈ ഉലകത്തിൽ ജനിച്ചു എന്ന തോന്നൽ വന്നോ, ഉറപ്പാണ് ഈ മരണം ഉണ്ടാകും. അപ്പോൾ എന്താ ഇത്? മൃത്യു ജന്മവതാം വീര ദേന സഹജയതേ. മൃത്യു, ഈ മരണം, ഇത് വന്നു. എപ്പോഴാണ് വന്നിരിക്കുന്നത്? നമ്മളൊക്കെ ജനിച്ച ആ ക്ഷണം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒരു പക്ഷേ ജനന തീയതി ഓർമ്മയുണ്ടാവാം, ജനന സമയം ഓർമ്മയുണ്ടാവാം. എന്നാൽ ഈ ജനിച്ച അന്ന് തന്നെ, ആ ക്ഷണത്തിൽ തന്നെ മരണ തീയതി അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്, മരണകാരണവും അവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഗണിക്കാൻ പറ്റുന്നില്ല, വായിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതെങ്ങാനും കഷ്ടകാലങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരായിട്ട് വരും. പിന്നെ ഇവിടെ ഇരിക്കാൻ തോന്നില്ല. ഇത് അറിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ, ബുദ്ധിമുട്ട് വേറൊന്നുമില്ല, ഓരോ ദിവസം കഴിയുന്തോറും ചിന്തയാവും, പോവാറായല്ലോ. ഒന്നും വേണ്ട. ഈ നൈമിഷാരണത്തിൽ വന്നു, നമ്മളൊക്കെ തീർത്ഥാടനത്തിനായിട്ട് വന്നു. ഏതാണ്ട് അവസാനമാകുമ്പോഴേക്ക്, അല്ലേ, ഇവിടുന്ന് പോവാറാകുമ്പോഴേക്ക് മനസ്സിങ്ങനെ പറയും, കഴിഞ്ഞില്ലേ, പോവാറായില്ലേ. അപ്പോൾ ചെറിയൊരു യാത്രയ്ക്ക് വന്നിട്ട് പോലും അങ്ങനെ ഇത് മനസ്സിനെ ബാധിക്കുന്നുണ്ടെങ്കിൽ ഈ മരണം തിരിച്ചറിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അപ്പോൾ ഭഗവാനായിട്ട് നമുക്ക് തന്ന വലിയൊരു ഗുണം എന്താ വെച്ചാൽ,
ഇത് മിക്കവാറും നമ്മുടെ ഉള്ളിൽ ഓർമ്മയിൽ തന്നെ ഉണ്ടാവില്ല. അധ്യാത്മരാമായണാണെങ്കിൽ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു, നേത്രേന്ദ്രിയം കൊണ്ടു കണ്ടിരിക്കെ പുനഃ ഓർത്തറിയുന്നീല മായതൻ വൈഭവം. പലതും കാണുന്നുണ്ട്, ചുറ്റുപാട് പലതും സംഭവിക്കണം അറിയുന്നുണ്ട്. പക്ഷേ ശ്രദ്ധിക്കുക, പക്ഷേ നാം അറിയുന്നില്ല, നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു ദിവസം ഇതൊക്കെ നമുക്ക് പറഞ്ഞതാണ് എന്ന ചിന്ത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നില്ല. ജീവിതത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്ത ഒരേ ഒരു സംഗതി ഉണ്ടെങ്കിൽ അത് മരണം മാത്രമാണ്. എന്ത് വേണം മാറ്റിവെക്കാം. കല്യാണം മാറ്റിവെച്ചു കൊണ്ട് കേട്ടിട്ടുണ്ടാവും, പരീക്ഷകളൊക്കെ മാറ്റിവെച്ചു കൊണ്ട് കേട്ടിട്ടുണ്ടാവും, സപ്താഹങ്ങളൊക്കെ മാറ്റിവെച്ചിട്ടുണ്ട്, മാറ്റിവെക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അടുത്ത കാലം വരെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, ക്ഷേത്രങ്ങളിൽ ഉത്സവങ്ങൾ മാറ്റിവെക്കാറില്ല, അല്ലെങ്കിൽ മാറ്റിവെക്കാൻ പാടില്ല, വലിയ ദോഷമാണ്. എന്നാൽ ഒരു 4 വർഷം മുമ്പ് കണ്ണുകൊണ്ട് കാണാത്ത ചെറിയൊരു പ്രാണി അത് മാറ്റിവെപ്പിച്ചിട്ടുണ്ട്, അല്ലേ? മഹാക്ഷേത്രങ്ങൾ, ഗുരുവായൂർ പോലെയുള്ള മഹാക്ഷേത്രങ്ങളിലെ ചടങ്ങുകൾ പോലും മാറ്റിവെച്ച ഒരു ദോഷവുമില്ല എന്ന് ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഈ പ്രാണി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ മരണം മാറ്റിവെക്കില്ല. ഇനി എന്നാണ് ഈ മരണം ഉണ്ടാകുന്നത്? ഒരു സംശയം ഉണ്ടാവാം, എന്നാണ് മരണം ഉണ്ടാവുക? അപ്പോൾ നമുക്ക് ചോദിക്കാം, ആരോടെ ചോദിക്കാൻ പറ്റുള്ളൂ? ശ്രീമദ് ഭാഗവതത്തോടെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമാണ് ഭാഗവതത്തിന് പറയാനുള്ളത്, അദ്യവാ ഇന്നെ. എന്നാ മരണം ഉണ്ടാവുക? ഇന്ന് തന്നെ. അപ്പോൾ സംശയം, ഇന്ന് തന്നെ മരണം ഉണ്ടാവുമോ? ഇല്ല. ശോവാ, മിക്കവാറും നാളെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആരും പേടിക്കൊന്നും വേണ്ട, നാളെ ഉണ്ടാവുക. അപ്പോൾ വീണ്ടും ചോദിച്ചു, നാളെ തന്നെ ഉണ്ടാവുമോ? ഇല്ലാതെ. പരശ്വഭോവ, മറ്റന്നാൾ ഉണ്ടാവാറുള്ളൂ. അല്ല, മറ്റന്നാൾ ഉണ്ടാവുമോ? ഇല്ല, മറ്റന്നാൾ ഉണ്ടാവില്ല. അബുദശതാം ദേവ, ഒരു 100ൻ്റെ ഇപ്പുറം, 100ൻ്റെ അപ്പുറം എന്നല്ല പറഞ്ഞേ, ഒരു 100ൻ്റെ ഇപ്പുറം. ഒരു കാര്യം ഉറപ്പാണ്, ഒരു 100 എന്ന ഒരു സംഖ്യ അവിടെയുണ്ട്. ആ 100ആണ് നമുക്ക് തരണം ചെയ്യേണ്ടത്. ആ 100 എളുപ്പമാണോ? അല്ല. ഇനി എന്താണ് ആ 100? ലവണജലനിധി ശതകയോജന വിസ്തൃതം. ലവണജലനിധി, നല്ല ഉപ്പുവെള്ളം. ഉപ്പുവെള്ളം, മധുരവെള്ളം എന്നല്ല പറഞ്ഞത്, രസായനം എന്നല്ല പറഞ്ഞത്. ആ 100 ലവണജലനിധി. ഇനി ആ 100 എന്താ? ആ തരണം ചെയ്യാനുള്ള ആ സാഗരം, ആ 100 എന്താണ്? ജനി മരണ ജലനിധി. ജനി മരണ, ജന്മം മുതൽക്ക് മരണം വരെയുള്ളതായ ആ ദൈർഘ്യത്തെ അവിടെ എന്തായിട്ട് പറഞ്ഞു? ഈ 100 പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ 100 ഇത് സുഖവും ദുഃഖവും, അപ്പോൾ സുഖദുഃഖത്താൽ ഇത് സമ്മിശ്രമാണ്. അപ്പോൾ ഇത് നാം തരണം ചെയ്തേ മതിയാവുള്ളൂ. അപ്പോൾ ഉറപ്പ്, പ്രാണിനാം ധ്രുവ. ധ്രുവ എന്നൊരു ശബ്ദം കാണാം, ഉറപ്പ്. അപ്പോൾ മാറ്റിവെക്കാൻ പറ്റില്ല, ഇത് അനുഭവിച്ച് തന്നെ തീർക്കണം. എന്ത് ചെയ്താലും വരാനുള്ളത് വന്നിരിക്കും. അപ്പോൾ ഈ വരാനുള്ളതിനെ സന്തോഷത്തോടു കൂടി ഒരുപോലെ ഉൾക്കൊള്ളാനാണ് കാലം കൊണ്ട് നമ്മളൊക്കെ ശ്രമിക്കേണ്ടത് എന്ന് അർത്ഥം. ഇനി ഇടയ്ക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഈ ശരീരത്തെ ഒന്ന് ചിന്തിച്ചു. നമ്മളൊക്കെ അഹങ്കരിക്കുന്നുണ്ട്, അല്ലെ? ഭാവം വരാറുണ്ട്. എന്ത് ഭാവം വരണേ? ബ്രാഹ്മണോഹം നരേന്ദ്രോഹം ആഢ്യോഹം എന്ന പ്രേരിതം കലർന്നീടും ദശാന്തരേ. ഇടയ്ക്ക് നെഞ്ചത്ത് കൈവച്ചുകൊണ്ടാ പറയാ, ഞാൻ ബ്രാഹ്മണനാണ്. ആരാ പറഞ്ഞത് ബ്രാഹ്മണനാ? മുഖത്ത് എഴുതി വെച്ചിട്ടുണ്ടോ? ഞാൻ ബ്രാഹ്മണനാണ്. ഇനി അതിൽ തന്നെ ആഢ്യനാണ് എന്നാണ്. ആഢ്യത്തുള്ള ആളാണ്. ഈ ബ്രാഹ്മണന് പല വകുപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു, അതിൽ ആഢ്യത്തുള്ള ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. ബ്രാഹ്മണോഹം എന്നാൽ ചിലർ പറഞ്ഞു, അല്ല ഞാൻ ക്ഷത്രിയനാണ് എന്നാണ്. ക്ഷത്രകുലത്തിൽ പിറന്ന ആളാണ് ഞാൻ, അതിൽ തന്നെ ആഢ്യോഹം. സാധാരണ ക്ഷത്രിയൊന്നുമല്ല, ആഢ്യകുലത്തിൽപ്പെട്ട ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. എന്നാൽ ചിലർ പറഞ്ഞു, ഞാൻ വൈശ്യനാണ്, ഞാൻ ശൂദ്രനാണ്, ഇന്ന പ്രതാപിയാണ് എന്നൊക്കെ പറഞ്ഞു. നോക്കണേ, എന്താണെങ്കിലും ഏത് വകുപ്പിൽപ്പെട്ടാലും
ഇതൊക്കെ ഒരുപോലെയാണെന്ന് മനസ്സിലാവും എപ്പോഴാണ്? കേരളത്തിൽ 2018 വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടായിരുന്നു. എവിടെ ബ്രഹ്മൻ, എവിടെ ക്ഷത്രിയൻ, എവിടെ വൈശ്യൻ, എവിടെ ചണ്ടാളൻ? ഒക്കെ ഒന്ന് തന്നെ. അപകടം പെട്ട് കഴിഞ്ഞാൽ ഇത് ആ ഭഗവാനായിട്ട് ഇടയ്ക്ക് കാണിച്ചു തരാൻ, അഹങ്കാരം വല്ലാണ്ട് വരുന്ന സമയത്ത് കാണിച്ചു തരുന്നത്. അപ്പോൾ മനസ്സിലാക്കണം. ആചാര്യനൊക്കെ പറഞ്ഞു, തുഞ്ചത്താചാര്യനൊക്കെ പറഞ്ഞു, അപ്പോൾ മനസ്സിലാക്കണം അവസാനം എന്തിനുള്ളതായിരുന്നാണ്. ഇടയ്ക്കൊന്ന് ചിന്തിച്ചാൽ മതി. എന്തിനുള്ളതാ? ജന്തുക്കൾ ഭക്ഷിച്ചു കാഷ്ടിച്ചു പോകിലാം വെന്തു വെണ്ണീരായി. ഒന്നുകിൽ ജന്തുക്കൾ കഴിക്കാനുള്ളത്, അല്ലെങ്കിൽ വെണ്ണീരായിട്ട് തരാനുള്ളത്, കൃമി കീടാദികളെ അരിക്കാനുള്ളത്, അവസാനത്തിനുള്ളതാണ്. ആയതിനാൽ നന്നല്ല ദേഹം നിമിത്തം മഹാമോഹം. അപ്പോൾ ഈ ശരീരത്തിൽ വല്ലാതെ കണ്ട് അഹങ്കരിക്കരുത്. അങ്ങനെ അഹങ്കരിക്കുന്നവർക്ക് വച്ചിട്ടുണ്ടെന്നാണ് അർത്ഥം. ഭഗവാൻ തന്നെ പറയുന്നത് വച്ചിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും അഹങ്കാരം വരാതിരിക്കാനാണ് ശ്രമിക്കേണ്ടത്. ദേഹേ പഞ്ചത്വമാപന്നേ ദേഹി കർമാനുഭവശ. ഇത് അവസാനം പഞ്ചത്വമാവേണ്ടതാണ്. ശാസ്ത്രങ്ങൾ ഇടയ്ക്ക് പറഞ്ഞത് ഈ ഭാഷ പഞ്ചത്വമാവാ എന്ന് പറയും. എന്താ ഈ പഞ്ചത്വമാവാ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 എണ്ണം കൊണ്ടുണ്ടാക്കിയതാണുള്ളത് അല്ലേ? 5 എണ്ണങ്ങളിൽ നിന്നുണ്ടായതാണ്, പഞ്ചഭൂതങ്ങളിൽ നിന്നുണ്ടായതാണ്. ഓരോ സമയം വരുമ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇതിലെ ഓരോന്നായിട്ട് അതിൻ്റെ മൂലസ്ഥാനത്തേക്ക് പോകാൻ തുടങ്ങും. അതാണ് ഈ പഞ്ചത്വമാവുന്നത്. ഇപ്പോൾ ഒന്നൊരു പക്ഷേ അറിയണ്ടാവില്ല. കുറച്ച് കാലം കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഇതിൽ നിന്ന് പതുക്കെ ഇതാ ഈ ആകാശത്തിൻ്റെ അംശം പതുക്കെ ഇതാ അതിൻ്റെ ആ മൂല ആകാശത്തിലേക്ക് പോകാൻ തുടങ്ങും. അപ്പോൾ അതിൻ്റെ ആ മൂലത്തിലേക്ക് പോകാൻ തുടങ്ങും. നമ്മൾ തിരിച്ചറിയും നമ്മുടെ ഉള്ളിൽ ആകാശത്തിൻ്റെ അംശം കുറഞ്ഞു വരുന്നത് എന്ന് തിരിച്ചറിയും. എപ്പോഴാണ് തിരിച്ചറിയാൻ? അവിടെ പടക്കം പൊട്ടുന്ന സമയത്ത് ചോദിക്കും, എന്താ അവിടെ പുകയണത് എന്ന് ചോദിക്കും. അപ്പോൾ മനസ്സിലാക്കുക. എന്താ മനസ്സിലാക്കേണ്ടത്? ഇത് കുറഞ്ഞു വന്നിട്ടുണ്ട്, ഈ ആകാശത്തിൻ്റെ അംശം ഉള്ളത് കുറഞ്ഞിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. കുറേ കഴിഞ്ഞാൽ പതുക്കെ ഈ അഗ്നിയുടെ അംശം അങ്ങോട്ട് പോകാൻ തുടങ്ങും. ഈ അഗ്നിയുടെ അംശം ആ മൂലാഗ്നിയിലെ ലയിക്കുന്ന സമയത്ത് അറിയും. അത്ര എങ്ങനെ അറിയാമെന്നല്ലേ? നമ്മുടെ ഇതിനകത്തുനിന്ന് പറയാണ്ട ചിലരൊക്കെ പറഞ്ഞു പോകുമ്പോൾ അല്ലേ, പറയാണ്ട പറഞ്ഞു പോകും ചില ആൾക്കാർ. 38 ആൾക്കാരുണ്ട്. ഇവർ ഓരോന്നായിട്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോകും. ഇത് ഒരു സൂചനയാണ്. പക്ഷേ നമ്മൾ ഈ മിടുക്കികൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ പതുക്കെ അങ്ങാടിയിൽ പോയിട്ട് സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഒക്കെ അങ്ങോട്ട് വയ്ക്കും. ഇത് ശരീരം നമുക്ക് നൽകുന്ന സൂചനയാണ്. ഇതിനകത്തുള്ളത് കെടാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ അഗ്നി കെടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ എന്താ വേണ്ടേ? ഇതില്ലാതെ കഴിക്കാൻ പറ്റുന്നത് എന്താണോ അതേ കഴിക്കാവൂ. കാരണം അത് മാത്രമാണ് അകത്തുള്ള ആൾ ദഹിപ്പിക്കുന്നത്. ഇല്ലാതെ പരാക്രമം കാണിച്ച് ഓരോന്ന് വലിച്ചങ്ങോട്ട് കയറ്റി കഴിഞ്ഞാൽ എന്താ ബുദ്ധിമുട്ട് വെച്ചാൽ വെണ്ണീരിലിട്ട പോലെയോ, അഗ്നി ഇട്ടാലും ദഹിക്കുള്ളൂ, വെണ്ണീരിലിട്ട പോലെയോ. അപ്പോൾ ഇത് ദഹിക്കാത്ത അവസ്ഥ വരും. ദഹിക്കാത്ത അവസ്ഥ വന്നു കഴിഞ്ഞാൽ ദേഹം പുറന്തള്ളും. അപ്പോൾ ദേഹത്തിന് പുറന്തള്ളണമെങ്കിൽ 2 വഴി മാത്രമേ ഉള്ളൂ. ഒന്നല്ലെങ്കിൽ മേലെ കൂടി അല്ലെങ്കിൽ താഴെ കൂടി. അത് ഏത് രീതിയിലാണോ അകത്ത് പോയത് ആ കുഴമ്പ് രൂപത്തിൽ മാത്രമേ അതിനെ പുറത്തേക്ക് തള്ളാൻ പറ്റുള്ളൂ. അപ്പോഴോ നമ്മളെന്ത് ചെയ്യും? ഇതിന് പ്രതിവിധിയായിട്ട് വല്ലതും ഉണ്ടോ എന്നൊക്കെ നോക്കാൻ തുടങ്ങും. ഇതിന് പ്രതിവിധി ഒന്ന് മാത്രമേ ഉള്ളൂ. കാരണം എന്താ പ്രതിവിധി എന്ന് വെച്ചാൽ ഇതിൽ കൊള്ളണത് മാത്രമേ പിന്നെ ഇങ്ങോട്ട് കയറ്റാവൂ. ദേഹേ പഞ്ചത്വ. അപ്പോൾ മനസ്സിലാക്കുക, പഞ്ചഭൂതങ്ങളിലെ അഗ്നി ആ മഹാഗ്നിയിൽ ലയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. പിന്നെ വായു, ഈ വായുവും ആ മഹാവായുവിൽ ലയിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ഇങ്ങനെ ആവാൻ തുടങ്ങുന്നത്. കിട്ടാത്തൊരവസ്ഥ ഇങ്ങനെ വരിക. ലേശം ഒരു 10 അടി നടക്കുമ്പോഴേക്ക് കിതപ്പ് വരാൻ തുടങ്ങി, ഇരിക്കണം തോന്നി തുടങ്ങി, ഒന്ന് കിടക്കണം തോന്നി തുടങ്ങി. അപ്പോൾ മനസ്സിലാക്കുക, ദേഹേ പഞ്ചത്വമാവന്നേ. ഇന്ന് വായു കൊണ്ട് പുറത്തേക്ക് പോകാൻ തുടങ്ങി. അത് മഹാവായുവിൽ ലയിക്കാൻ തുടങ്ങി. അടുത്തത് മണ്ണിൻ്റെ അംശം, ഭൂമിയുടെ അംശം ഇതുണ്ടല്ലോ. ഇത് കുറച്ച് കഴിയുമ്പോൾ ഇതും അതിലേക്ക് ലയിക്കാൻ തുടങ്ങും.
ആ മഹാഭൂമിയിലേക്ക് ലയിക്കാൻ തുടങ്ങും. ഇതും അറിയാൻ സാധിക്കും. എങ്ങനെയാ അറിയാൻ? ഒന്ന് ഇരിക്കുമ്പോൾ എണീക്കാൻ പറ്റാത്ത അവസ്ഥ വരിക. പിന്നെ എവിടെയാണ് ഇരിക്കേണ്ടത് നോക്കുക. ചുമരുണ്ടോ, തൂണുണ്ടോ, കസേരയുണ്ടോ, കിടക്കയുണ്ടോ, പായുണ്ടോ, ചാരാൻ പറ്റിയ സ്ഥലമുണ്ടോ എന്നൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ മനസ്സിലാക്കുക ദേഹേ പഞ്ചത്വമാവന്നേ. ഈ ഭൂമിയുടെ അംശം പതുക്കെ അതിന് ലയിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ നിന്ന ആള് പതുക്കെ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ ചെരിഞ്ഞ ആൾക്ക് അവസാനം എന്തെങ്കിലും ഒരു സഹായം വേണ്ടി വരും. ഒന്നുകിൽ ഒരു വണ്ടി വേണ്ടി വരും, അല്ലെങ്കിൽ കുട വേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ വേണ്ടി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ മനസ്സിലാക്കുക ആ പൊന്നു ഗുരുവായൂരപ്പൻ എന്താ ചെയ്യുന്നത്? ഇതിനകത്തുള്ള മണ്ണ് കുറേശ്ശെ തൂണ്ടിക്കളയാൻ തുടങ്ങി, പുറത്തേക്ക് ഇടാൻ തുടങ്ങി. ദേ പഞ്ചത്വമാവന്നെ. ആരും വിഷമിക്കൊന്നും ചെയ്യരുത്. ഇതൊന്നും ബാധകമല്ലാത്ത ഒരാൾ ഇതിനകത്തുണ്ട്. അതാരാ? ദേഹി. ആ ദേഹിയാണെങ്കിൽ അത് സ്ഥിരമാണ്. ഈ പറഞ്ഞതൊന്നും ഈ ദേഹിയെ സംബന്ധിച്ച് ബാധകമല്ല. ഇതൊന്നും അവിടെ ബാധിക്കുന്നില്ല. ആ ഒരു പരമാർത്ഥം, ആ ഒരു പരമസത്യം മനസ്സിലാക്കുക എന്നാണ്. ഇത് ദേഹത്തെ മാത്രം ബാധിച്ചത്. ജന്മാദ്യ ശരീരേ ഭാവ ദൃഷ്ട ദേഹസ്യ ന ആത്മന ഫലാനാം ഇവ വൃക്ഷസ്യ കാലേന ഈശ്വരമൂർത്തിന. അപ്പോൾ ഇവിടുന്ന് നമ്മളൊക്കെ പോകേണ്ട ദിവസം, ഒരു ദിവസം നമ്മളൊക്കെ പോയേ മതിയാവുള്ളൂ. ആർക്കും അത് തടയാൻ പറ്റില്ല. ഒരു ദിവസം പോകണം. പക്ഷേ ആ പോണതിപ്പോൾ എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു കാരണം ആ സമയത്ത് ഉണ്ടാവും. ഫലാന ഇവ വൃക്ഷസ്യ കാലേന ഈശ്വരമൂർത്തിന. ഫലാനാം ഇവ വൃക്ഷസ്യ എന്ന് പ്രത്യേകം എടുത്ത് പറഞ്ഞു. മനസ്സിലാവുന്ന രീതി ഉദാഹരണം പറയാം. ഒരു പ്ലാവിൽ ഒരു ചക്കയുണ്ടായിരിക്കാം. അത് കുരുന്നായിരിക്കുന്ന സമയത്ത് അതിൻ്റെ കണ്ണിക്ക് നല്ല ബലമുണ്ട്. അത് മൂക്കാൻ തുടങ്ങുന്ന സമയത്ത് അപ്പോഴും ഈ കണ്ണിക്ക് ബലമുണ്ട്. അത് പഴുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കണ്ണിയുടെ ബലം കുറഞ്ഞു ഇല്ലേ? അപ്പോൾ നന്നായിട്ട് മൂത്ത് പഴുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ കണ്ണി ചുരുങ്ങുന്നുണ്ട്. അപ്പോഴാണ് ഒരു പാവം പിടിച്ച പക്ഷി, ആ പക്ഷി ഇങ്ങനെ പറന്ന് വന്ന് ഈ പ്ലാവിൻ്റെ മറുകൊമ്പിലിരുന്നു. ഈ കൊമ്പിലാ ചക്കയുള്ളത്. പക്ഷേ ഈ പക്ഷി എന്ത് ചെയ്തു വെച്ചാൽ അതിന് ക്ഷീണം തോന്നിയിട്ട് എവിടെയെങ്കിലും ഇരിക്കണം തോന്നി എന്ത് ചെയ്തു? അപ്പുറത്ത് കൊമ്പിലിരുന്നു. ഈ പക്ഷി ഇരിക്കേണ്ട താമസം ഈ പഴം താഴ്ത്തു വീണു, ഈ ചക്ക താഴ്ത്തു വീണു. ഇത് കണ്ടവർ പറഞ്ഞു, അവനാണ് ചക്ക തള്ളി താഴ്ത്തിട്ടത്, ഈ പക്ഷിയാണ് ചക്ക തള്ളി താഴ്ത്തിട്ടത്. ഈ പക്ഷിയല്ല, ഈ പക്ഷി അവിടെ ഇരുന്നുള്ള സത്യമാണ്. ആ ക്ഷണം ഇത് ഫലം താഴ്ത്തു വീണുള്ള സത്യമാണ്. അതിന് കാരണമായിട്ട് വേണമെങ്കിൽ പറയാം എന്ന് മാത്രമേ ഉള്ളൂ. അത് യഥാർത്ഥത്തിലുള്ള കാരണമൊന്നുമല്ല. അത് കാരണമായിട്ട് പറയാം. കാരണം എന്താ? കാരണം ഒന്ന് മാത്രമാണ്. ഇവിടുന്ന് പോകാനുള്ളതായ സമയം ആയിട്ടുണ്ട്. ആ സമയമായി കഴിഞ്ഞാൽ ആർക്കും പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ഇതുപോലെയാണ് നമ്മുടെ ജീവിതം. അപ്പോൾ ഇവിടുന്ന് പോവാൻ എന്തെങ്കിലും ഒരു കാരണം ഭഗവാനായിട്ട് നമുക്ക് കുറിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ എന്താണ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ചോദിച്ചു, മുത്തശ്ശൻ മരിച്ചു അല്ലേ? മുത്തശ്ശൻ മരിച്ചു, അല്ലെങ്കിൽ മുത്തശ്ശി മരിച്ചു. അപ്പോൾ എങ്ങനെയാണ് മുത്തശ്ശൻ മരിച്ചത്? വെറുതെ മരിച്ചു. ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇങ്ങനെ ആരെയും പറയുമോ? വെറുതെ മരിച്ചു, അല്ലെങ്കിൽ മുത്തശ്ശി വെറുതെ മരിച്ചു, ഇത് പറയില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ കുറച്ചൊരു നാടകീയമായിട്ട് പറയണം. മുത്തശ്ശി മരിച്ചു അല്ലേ? എങ്ങനെയാണ് മുത്തശ്ശി മരിച്ചത്? ആ മുത്തശ്ശിയോട് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. പലവട്ടം ആ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ട്, വെള്ളം അവിടെ കൊണ്ടുവച്ച് തരാം എന്ന് മുത്തശ്ശിയോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പറഞ്ഞത് കേൾക്കാതെ അന്നത്തെ ദിവസം ആ മുത്തശ്ശി എന്താ ചെയ്തെന്ന് വെച്ചാൽ നല്ല ഘനമുള്ള ആ പാത്രം എടുത്തിട്ട് ഇങ്ങനെ പതുക്കെ നടന്ന് അതാ ആ കുളിമുറിയുടെ വാതിലങ്ങോട്ട് തുറന്ന് വലതുകാലം വെച്ച് ആ കുളിമുറിയിലേക്ക് കണ്ട് കയറി വീണു. ആ വീഴ്ചന്ന് ആ മുത്തശ്ശിനെ എണീറ്റിട്ടില്ല. അങ്ങനെയാണ് ആ മുത്തശ്ശി വിളിച്ചത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കേൾക്കുന്നവർക്ക് രസമുണ്ടാവും അല്ലേ? പറയാനും ഒരു ഗൗരവമുണ്ടാവും. അല്ലാണ്ട് വെറുതെ പറയാം എങ്ങനെയാണ് മുത്തശ്ശി വെച്ചത്, വെറുതെ മരിച്ചു. അപ്പം അങ്ങനെ പോലെ. അതുകൊണ്ട് നമ്മളാരും വിഷമിക്കൊന്നും വേണ്ട. നമ്മുടെ മക്കളുടെ മക്കൾക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാൻ ആ ഗുരുവായൂരപ്പൻ ഒരു കാരണം വെച്ചിട്ടുണ്ടാവും.
എന്താ കാരണം എന്ന് ഒന്നും പറയാൻ പറ്റില്ല. അതെന്തും ആയിക്കോട്ടെ, അതേക്കുറിച്ച് നമ്മളാരും വേവലാതിപ്പെടുകയും വേണ്ട. പക്ഷെ ഒന്ന് മാത്രം ഓർത്തോളൂ, ഒരു ദിവസം ഇവിടുന്ന് പോകണം. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാകും. ഇനി ഈ ജനിക്കുക മരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെയാണത്രേ? വസുദേവർ പറഞ്ഞു, പ്രജം തിഷ്ടൻ പതൈകേന. വസുദേവരുടെ വാക്കുകളാണ്. അദ്ദേഹം പറഞ്ഞു, പ്രജം തിഷ്ടൻ പതൈകേന യഥൈവൈകേന ഗച്ഛതി യഥാ തൃണ ജഡോകൈവം ദേഹി കർമ്മഗതിം ഗതാ. അതിമാധുര്യമുള്ള ശ്ലോകങ്ങളിൽ പെട്ടതാണ് ഈ ശ്ലോകങ്ങളൊക്കെ. പ്രജം തിഷ്ടൻ പതൈകേന യഥൈവൈകേന ഗച്ഛതി. നടക്കുന്നത് പോലെ ഇടത്തേക്കാലം ഒപ്പിച്ച വലത്തേക്കാലം മുന്തിക്കും, വലത്തേക്കാലം ഒപ്പിച്ച ഇടത്തേക്കാലം മുന്തിക്കും. രണ്ടും കൂടി വയ്ക്കൂല, രണ്ടും കൂടി പൊക്കൂല. അപ്പോൾ നടത്തുണ്ടാവുണ്ടോ? ഇല്ല. അപ്പോൾ ഇതേപോലെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒന്ന് വിടുന്നത് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ദേഹി ഈ ദേഹത്തെ വിടുന്നുണ്ടെങ്കിൽ അടുത്ത ദേഹം കണ്ടുകൊണ്ടാണ്, അടുത്തൊരു ലക്ഷ്യം കണ്ടുകൊണ്ടാണ് ഈ ദേഹി ഇതിനെ വിട്ടുപോകുന്നത്. ഇനി മറ്റൊരു ശൈലി പറയുകയാണെങ്കിൽ യഥാ തൃണ ജളൂകൈവം. ആധ്യാത്മിക ശാസ്ത്രങ്ങൾ ഉപനിഷത്തുകളൊക്കെ പറയുന്നൊരു ഉദാഹരണമാണിത്. യഥാ തൃണ ജളൂകൈവം. എപ്രകാരമാണത്രേ ഈ ജീവൻ ഈ ദേഹത്തിനകത്ത് ചലിക്കുന്നത്? യഥാ എപ്രകാരം? തൃണ ജളൂകൈവം. തൃണജളൂകം പോലെ എന്നാണ്. തൃണം എന്ന വാക്കിന് പുല്ല് എന്നർത്ഥം, ജളൂകം എന്ന വാക്കിന് പുഴു എന്നർത്ഥം. അപ്പോൾ പുല്ലിലുള്ള ഒരുതരം പുഴുവിനെ പോലെയാണത്രേ ഈ ജീവൻ ഈ ദേഹത്തിൽ വർത്തിക്കുന്നത് എന്നാണ്. ഇവിടെ പറയുന്ന ഉദാഹരണം എന്താ വെച്ചാൽ, ഒരു പുല്ലിൽ പുഴു ഉണ്ട് എന്ന് കരുതുക. അപ്പോൾ ഈ പുഴു ഈ പുല്ലിലൂടെ നീങ്ങും. എങ്ങനെ നീങ്ങണത്? വാല് കുത്തി തലയിറക്കി തല കുത്തും. തല കുത്തിക്കഴിഞ്ഞാൽ വാല് പൊക്കി അപ്പുറത്ത് വയ്ക്കുക. ഇങ്ങനെ വാലുകുത്തി തലപൊക്കി, വാലുകുത്തി തലപൊക്കി, വാലുകുത്തി തലപൊക്കി എന്ന് പറഞ്ഞ് അവസാനം ഇതെവിടെ എത്തണ്ട? തൃണ അഗ്ര. ഈ പുല്ലിൻ്റെ അറ്റത്തെത്തണ്ട. ഈ പുല്ലിൻ്റെ അറ്റത്തെത്തി കഴിഞ്ഞാൽ ഇത് തലയിട്ട് ഇങ്ങനെ ഇളക്കാം. തലയിട്ട് ഇളക്കേണ്ട താമസം ഈ പുല്ലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ഞ് അവസാനം അടുത്ത പുല്ലേൽ ഇതിന് പിടുത്തം കിട്ടും. അപ്പോൾ അടുത്ത പുല്ലിൽ ഇതിന് പിടുത്തം കിട്ടിക്കഴിഞ്ഞാൽ ആദ്യത്തെ പുല്ലങ്ങോട്ട് കിട്ടും. ഇവിടെ ശ്രീമദ് ഭാഗവതം ഉദാഹരിക്കുന്നതെന്ന് വെച്ചാൽ യഥാ തൃണജളൂകൈവം. ഈ കാണുന്നത് തൃണമാണ്. ഈ ശരീരത്തെയാണ് ഇവിടെ പുല്ലായിട്ട് കൽപ്പിച്ചിരിക്കുന്നത്. ഇതിനകത്ത് തേജോ രൂപത്തിൽ വർദ്ധിക്കുന്നതായ ജീവനെ എന്തായിട്ട് കൽപ്പിച്ചു? ജളൂക, പുഴുവായിട്ട് കൽപ്പിച്ചു. അപ്പോൾ ഈ പുഴു കുറേശ്ശെ ഇങ്ങനെ ഇളകാൻ തുടങ്ങുന്ന പറയാം. അപ്പോൾ എപ്പോഴേ പുഴു കുറേശ്ശെ ഇളകാൻ തുടങ്ങുക? ഏതാണ്ടൊരു 60 കഴിഞ്ഞാലാണ് ഈ പുഴുവിന് ഇളക്കം തട്ടുക. അപ്പോൾ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുന്നവരോ ഷഷ്ടിപൂർത്തി കഴിഞ്ഞവരോ ഉണ്ടെങ്കിൽ നല്ലവണ്ണം ശ്രദ്ധിച്ചോളൂ, ഈ പുഴു ഇളകാൻ തുടങ്ങിയിട്ടുണ്ട്. യഥാ തൃണ ജളൂകൈവം. അപ്പോൾ നോക്കണേ, രാത്രി ഉറക്കത്തിലൊക്കെ ശ്രദ്ധിക്കുക, ഈ പുഴു ഇളകുന്നുണ്ട്. യഥാ തൃണ ജളൂകൈവം. അപ്പോൾ കുറേശ്ശെ ഇത് മേലോട്ട് കയറാൻ തുടങ്ങും. അങ്ങനെ കുറച്ച് മുകളിലേക്ക് കയറി അവസാനം തൃണ അഗ്ര, അതായത് ഒരു 60, 65, 70, 75, 80, 85 എന്ന് പറഞ്ഞ് പുഴു അങ്ങനെ കയറി വരികയാണ്. അവസാനം ഒരു 90, 95, 95 ആകുമ്പോഴേക്കും തൃണ അഗ്ര അറ്റത്തെത്തി കഴിഞ്ഞു. പിന്നെ 96, 97 എന്ന് പറഞ്ഞിട്ട് കയറി. അവസാനം എന്താ ഉണ്ടാവുക? അവസാനം ഈ പഴയ വൈദ്യന്മാർ ഉദ്ദേശിച്ചാൽ ഈ മൂക്കിൻ്റെ അടുത്ത് ഇങ്ങനെ വിരൽ വെച്ച് നോക്കും, ആളുണ്ടോ. ഇത് മാത്രമേ ഉണ്ടാവും. അല്ലെങ്കിൽ പതുക്കെ ഇവിടെയൊക്കെ പിടിച്ചു നോക്കും, ആളുണ്ടോ. അതല്ലാതെ വേറെ യാതൊന്നുമില്ല. അപ്പോൾ അടുത്ത ലക്ഷ്യം കണ്ട ആ ക്ഷണം എന്ത് ചെയ്തു? ഇത് വിട്ടു. ആർക്ക് പിടിച്ചു വയ്ക്കാൻ പറ്റും? അടുത്ത ആഴ്ച മോൻ്റെ കല്യാണം, എന്നിട്ട് പോവാന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. അടുത്ത ക്ഷണം അവിടുന്ന് പോയേ മതിയാവുള്ളൂ. അവിടുന്ന് വിളി വന്നു കഴിഞ്ഞാൽ, ആ സമയം വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് കണ്ട് പോകണം. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, കൃഷ്ണ ബന്ധുക്കളൊന്നും കൊണ്ടുവരുതേ, ഈ സപ്താഹം കഴിയുന്നവരെ അവിടെ തന്നെ ഇരുത്തണേ. അപ്പോൾ അമ്പലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് പിന്നെ ഈ പുറം നാട്ടിൽ പോയി കഴിഞ്ഞാൽ നോക്കാറില്ല. കാരണം അവിടെ ഒന്നും ഈ പ്രീപെയ്ഡ് വർക്ക് ചെയ്യില്ല, പോസ്റ്റ് പെയ്ഡ് മാത്രമേ വസ്തുക്കളുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിവൃത്തിയൊന്നുമില്ല. അപ്പോൾ അവിടെ
പ്രാർത്ഥിക്കും, ആരും പോകരുതേ, ആരും പോകരുതേ. നമുക്ക് പറയാൻ പറ്റുമോ? അമ്പലത്തിൽ ഉത്സവമുണ്ട്, അത് കഴിയണം വരെ ഒന്ന് നിൽക്കണം എന്ന് പറയാൻ പറ്റും? പറ്റില്ല. അടുത്ത ക്ഷണം പോയേ മതിയാവുള്ളൂ. പോകണം, പോയിരിക്കും. അപ്പം എന്താ വേണ്ടേ? എല്ലാം ഒരു സ്വപ്നമായിട്ട് മാത്രം കരുതുക. ഈ സ്വപ്നത്തോട് ഭൂമിക്കാൻ കാരണം എന്താ വെച്ചാൽ യാഥാർത്ഥ്യമല്ല എന്ന് കാണിക്കാൻ. ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്നു, നൈമിഷാരണ്യ ഭൂമിയിൽ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട്. ഈ ക്ഷണത്തിന് ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു 5-6 ദിവസം കഴിഞ്ഞാൽ, ഒരാഴ്ച കൊണ്ട് കഴിഞ്ഞാൽ, അതിൽ 10 ദിവസം കഴിയുമ്പോഴേക്ക് നമ്മളെല്ലാവരും അവരവരുടെ ധാമങ്ങളിൽ എത്തുന്നുണ്ട്, അല്ലേ? അവരവരുടെ സ്ഥാനങ്ങളിൽ എത്തുന്നുണ്ട്. പിന്നെ ഇന്നലെ രാത്രി ഉറക്കത്തിൽ കണ്ട സ്വപ്നവും ഈ ക്ഷണവും തമ്മിൽ, ഈ ഒരു അവസ്ഥയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഒരു വ്യത്യാസവുമില്ല. ഇതുപോലെ എല്ലാം കരുതാൻ, മനസ്സിലാക്കാൻ പഠിക്കുക. പക്ഷേ വസുദേവരുടെ മഹത്വമേറിയ ഈ വാക്കുകൾ കേട്ടിട്ട് ഈ കംസന് വലിയ മാറ്റമൊന്നും ഉണ്ടായിരുന്നില്ല. അവസാനം അറ്റ കൈക്ക് വസുദേവർ പറഞ്ഞതെന്ന് വെച്ചാൽ, ഈ ദേവകിയല്ല അങ്ങേ കൊല്ലുമെന്ന് പറഞ്ഞത്. ദേവകിയുടെ 8ാമത്തെ അല്ലേ പറഞ്ഞു, ഞാനിതാ അങ്ങേക്ക് വാക്ക് തരണം, ദേവകിയുടെ ഏത് പുത്രന്മാരാണോ അങ്ങേ കൊല്ലുമെന്ന് അങ്ങ് ഭയക്കുന്നത് ആ കുട്ടികളെയൊക്കെ തന്നേക്കാം എന്നാണ്. വേറൊന്നും പറഞ്ഞില്ല, ആ കുട്ടികളൊക്കെ തന്നേക്കാം. സൂക്ഷ്മാർത്ഥം എന്താ വെച്ചാൽ കൊല്ലുന്ന ആളെ പറഞ്ഞില്ല, പേടിക്കുന്നവരൊക്കെ ഇങ്ങോട്ട് തന്നേക്കാമെന്നാണ്. ഇത് വസ്തുത കംസന് മനസ്സിലായില്ല. തൽക്കാലം വിട്ടു. കാലോടി ദേവകി ഗർഭം ധരിച്ച് ആദ്യത്തെ ഉണ്ണിക്ക് ജന്മം നൽകി. ആ ഉണ്ണിക്ക് പേരൊക്കെ വിളിച്ചു, കീർത്തിമാൻ എന്ന് പേരൊക്കെ വിളിച്ചു. പേര് മാത്രം വിളിച്ചുകൊണ്ടായില്ല, പേരൊക്കെ വിളിച്ചു കീർത്തിമാൻ. പക്ഷെ ആയുസ്സധികം ഉണ്ടായില്ല. വസുദേവര് ആ ഉണ്ണിയെ എടുത്തിട്ട് നേരെ പോണു കംസൻ്റെ അടുത്തേക്ക് പോകുന്നു. ഇവിടെ നമുക്കൊരു സംശയം ഉണ്ടാവാം. അപ്പം നമ്മുടെ സംശയത്തിനാണ് ദശമത്തിലെ 1-ാമത്തെ അധ്യായം ഇവിടെ നമുക്ക് ഉത്തരം തരുന്നത്. എങ്ങനെ തോന്നി? ഒരു അച്ഛനല്ലേ ഈ വസുദേവന്? അച്ഛനായിരിക്കുന്ന ഇദ്ദേഹത്തിന് എങ്ങനെ തോന്നി ആ പിഞ്ചു പൈതൽ കൊല്ലാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്? അതിന് നമ്മുടെ ഓരോ ചോദ്യത്തിനും മറുപടിയുണ്ട്. ഭാഗവതം പറഞ്ഞു, കിം ദുസ്സഹം സാധൂന. പിന്നീട് സന്ദർഭം കിട്ടുമ്പോൾ പഠിക്കുക. 58-ാമത്തെ ശ്ലോകം, 1-ാമത്തെ അധ്യായത്തിലെ 58-ാമത്തെ ശ്ലോകം. നല്ലൊരു സന്ദേശം അതിൻ്റെ. കിം ദുസ്സഹം സാധൂന. ഈ സാധു എന്ന തലത്തിൽ എത്തിയവർക്ക് സഹിക്കാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. എന്ത് വേദനകൾ വേണമെങ്കിലും അവർക്ക് സഹിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്താ വേണ്ടത്? ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉണ്ടാവുക നമുക്കാർക്കും പ്രവചിക്കാൻ സാധിക്കില്ല. അപ്പോൾ എല്ലാം ഒരുപോലെ സഹിക്കാൻ, ഉൾക്കൊള്ളാൻ പഠിച്ചിരിക്കണം. കിം ദുസ്സഹം സാധൂന. അടുത്ത ചോദ്യം. വസുദേവർ നല്ല ഭക്തനാണ്. എന്നാൽ ഭഗവാനോടൊന്ന് പറഞ്ഞൂടെ, എൻ്റെ ഉണ്ണിയെ കൊല്ലരുതേ, എൻ്റെ ഉണ്ണികളെ കൊല്ലരുതേ. ഒരു വാക്ക് ആ വസുദേവരുടെ ഭാഗത്തുനിന്നുണ്ടായോ? ഒരു വാക്ക് ആ ഈശ്വരനോട് പ്രാർത്ഥിക്കേണ്ടായോ? ഇല്ല. എന്തുകൊണ്ട്? വിദുഷാം കിം അപേക്ഷിതം. വിദ്വത് മാർഗം ആഗ്രഹിക്കുന്നവര്, വിദ്വാൻമാര്, ശ്രദ്ധിക്കണേ, വിദ്വാൻമാര് ഈശ്വരൻ്റെ മുന്നിൽ പോലും ഒരു തരത്തിലുള്ള അപേക്ഷ വയ്ക്കില്ല. അതായത് നിരപേക്ഷമായിരിക്കും അവരുടെ മനസ്സ് അർത്ഥം. അതുപോലെ ആവണം. വിദുഷാം കിം അപേക്ഷിതം. അടുത്തത്, ഈ കംസൻ എങ്ങനെ തോന്നിയത്? അടുത്ത ചോദ്യം. ഈ കംസൻ എങ്ങനെ തോന്നി? പെങ്ങളുടെ കുട്ടിയല്ലേ. ഈ പെങ്ങളുടെ കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനിയത്തിയുടെ കുട്ടി എന്ന് പറഞ്ഞാൽ തന്നെയും കൂടി കുട്ടിയാണത്. അത് ഒരേ ചോരയാണ്. അപ്പം മക്കളെ എങ്ങനെയാണോ കാണുന്നത് അതേപോലെയാണ് ഈ സഹോദര ഗണങ്ങളുടെ കുട്ടികളെ കണ്ടത്. തുല്യ പ്രാധാന്യമാണ്. അപ്പം എങ്ങനെ തോന്നി ഈ കംസന് കൊല്ലാൻ വേണ്ടിയിട്ട്? അതിനും ഭാഗവതത്തിന് മറുപടിയുണ്ട്. കിം അകാര്യം കദര്യാണ്. കദര്യന്മാര് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ നീചന്മാർ എന്നാണ്. അപ്പോൾ ഈ നീചന്മാർക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് യാതൊന്നുമില്ല. എന്തും കാണിക്കാൻ മടിയില്ലാത്ത ആളുകളാണ് ഈ നീചന്മാർ. കിം അകാര്യം കദര്യാണ്. എങ്ങനെ സഹിച്ചു വസുദേവര്? ദുസ്ത്യജം
കിം ധൃതാത്മനാ, ധൃതി ഉണ്ടായാൽ മതി. എന്താ ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ധൃതി എന്ന ഈ ശബ്ദത്തിൻ്റെ ഒരർത്ഥം എന്താ വെച്ചാൽ ധൈര്യം, നല്ല മനോധൈര്യം എപ്പോഴും ഉണ്ടാവണം. മനസ്സ് പതറരുത്. ജീവിതത്തിൽ പലതും സംഭവിക്കാം, പക്ഷെ മനസ്സ് പതറാൻ പാടില്ല. അങ്ങനെ ഇരിക്കാൻ സാധിക്കണം. അങ്ങനെയുള്ളവർക്ക് എന്ത് ഉൾക്കൊള്ളാനാണ്. അതിൽ പെട്ട ആളാണ് ഈ വസുദേവര്. ഇവിടെ കംസൻ ആദ്യത്തെ ഉണ്ണിയെ വെറുതെ വിട്ടു. പക്ഷെ അപ്പോൾ നാരദരുടെ വാക്കുകൾ ഈ കംസൻ കേട്ടു. പിന്നീട് ആജ്ഞ പുറപ്പെടുവിച്ച് ദേവകി വസുദേവന്മാരെ തടവിൽ പാർപ്പിച്ചു. എന്തിനു പറയുന്നു? ജനിക്കുന്ന കുട്ടികളെ തല്ലി 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 കൊന്നു. അതൊക്കെ കണ്ടു നിൽക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഈ വസുദേവർക്കും ദേവകിക്കും ഉണ്ടായി. കാലുകൂടി ദേവകി 7ാമത് ഗർഭം ധരിച്ചു. അപ്പോഴാണ് ഭഗവാൻ പറഞ്ഞത്, ഇന്ന് ആ ദേവകിയിൽ പ്രവേശിച്ചിരിക്കുന്നത് അനന്തമൂർത്തിയാണ്, ആദിശേഷനാണ്. അവിടെ നിന്ന് വേണ്ട വെച്ചാൽ യോഗമായിയോട് പറഞ്ഞു, ആ ഗർഭത്തെ അങ്ങോട്ട് ആവാഹിച്ച് വസുദേവരുടെ മറ്റൊരു പത്നിയായിരിക്കും രോഹിണിയുടെ ഉള്ളിലേക്ക് മാറ്റാം. എപ്പോഴാണോ ഞാൻ ദേവകി ഗർഭത്തിൽ പ്രവേശിക്കുന്നത്, അതേ ക്ഷണം അവിടെ യശോദ ഗർഭത്തിൽ പ്രവേശിക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ പറയാം എന്നാണ്. പിന്നെ പറയാമെന്ന് പറഞ്ഞു. അതുപോലെ പ്രവർത്തിച്ചു. എങ്കിൽ ഒരുപാട് പേരുകൾ അറിയപ്പെടും. നാമധേയാനി കുർവന്തി സ്ഥാനാനീശ നരാഭുവി ദുർഗേതി ഭദ്രകാളീതി വിജയ വൈഷ്ണവീതി ച കുമുദ ചണ്ഡിക കൃഷ്ണ മാധവി കന്യകേതി ച മായാനാരായണീശാനി ശാരദേവി അംബികേതി ച. ഈ പേരുകളൊക്കെ അറിയപ്പെടുന്നു. അതേപോലെ അങ്ങോട്ട് പ്രവർത്തിച്ചു. അതേപോലെ ആ മായാഭൂതികൾ പ്രവർത്തിച്ചു. തുടർന്ന് ഭഗവാനത ആ വസുദേവരുടെ മുമ്പിലേക്ക് പ്രവേശിച്ചു. ആ ക്ഷണം മുതൽ വസുദേവർക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ദേവി ചോദിക്കേണ്ട, എന്താ അവിടുന്ന് മക്കളെയൊക്കെ കൊന്നാലേ ആ വിഷമൊന്നും അങ്ങയുടെ മുഖത്ത് ഇല്ലേ എന്ന് ചോദിച്ചു. ഇപ്പം തൽക്കാലം ഇല്ല. എൻ്റെ ഈ പ്രസന്നതയ്ക്ക്, ഈ സന്തോഷത്തിന് കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഒരാനന്ദ സ്വരൂപം ഉള്ളിൽ പ്രകാശിക്കേണ്ടത് അത് തന്നെയാണ്. എന്നാൽ അത് എനിക്ക് കാണിച്ചു തരാൻ പറ്റില്ല, പറഞ്ഞു തരാൻ. അന്ന് വസുദേവർ കണ്ടതായിരിക്കുന്ന ആ രൂപത്തെ, ഹൃദയത്തിൽ കാണുന്നതായിട്ടുള്ള ആ രൂപത്തെ ദേവകിക്ക് പറഞ്ഞു കൊടുത്തു. ആ പറഞ്ഞു കൊടുക്കേണ്ട താമസം, ആ തേജസ്സാവട്ടെ നേരെ ദേവകി ഗർഭത്തിനകത്തേക്ക് പ്രവേശിച്ചു. ആ ക്ഷണം മുതൽ ദേവകിക്ക് വളരെ സന്തോഷം. ഈ മാറ്റങ്ങളൊക്കെ ഈ കംസന് മനസ്സിലാവുന്നത്. അദ്ദേഹം കാവലൊക്കെ ശക്തി കൂട്ടി. ഇതാ ബ്രഹ്മാദികളൊക്കെ അവിടെ എത്തി. ഗംഭീരമായിട്ട് ദേവാദികൾ സ്തുതിച്ചു. ആരാ ഇന്ന് ആ ദേവകി ഗർഭത്തിനകത്തുള്ളത്? സത്യവ്രതം സത്യപരം സത്യം സത്യസ്യ യോനിനിഹിതം ച സത്യേ സത്യസ്യ സത്യമൃത സത്യമേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ. സർവസത്യങ്ങൾക്കും സത്യമായി തീർന്നത് എന്തൊന്നാണോ ആ ഒന്ന്. ത്രികാലങ്ങളിലും സത്യമായ സത്യം ഏതൊന്നാണോ ആ ഒന്ന്. സർവസത്യങ്ങൾക്കും ആധാരമായി തീരുന്ന സത്യമേതാണോ ആ ഒന്ന്. ആ ഒന്ന് എവിടെയുണ്ട്? ഇന്ന് ആ ദേവകി ഗർഭത്തിനകത്ത് ഉണ്ട്. ഇപ്രകാരം ശ്രദ്ധിച്ചു. അങ്ങനെ ഒരു ചിങ്ങമാസം വന്നു ചേരുന്നു. അധ സർവഗുണോപേത കാലം പരമശോഭന യജ്ഞേവാജലജന്മക്ഷം ശാന്തർഷ ഗ്രഹതാരകം. കാലം അനുകൂലമായിട്ട് മാറി. അജനജന്മക്ഷം, ബ്രഹ്മാവിന് താല്പര്യമുള്ളതായ നക്ഷത്രം രോഹിണി. മഹാദേവന് പ്രാധാന്യം കൊടുക്കാനായിട്ട് പക്കം എടുത്തു അഷ്ടമി. ഇത് രണ്ടും കൂടി ചേർന്നപ്പോഴോ അഷ്ടമിയും രോഹിണിയും, അഷ്ടമി രോഹിണി. കാലം അനുകൂലമായിട്ട് മാറി. നദി പ്രസന്നമായിട്ട് ഒഴുകുന്നു. ശുദ്ധമായ ജലം അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സുഗന്ധം വഹിച്ചുകൊണ്ട് കാറ്റ് പതുക്കെ വീശുന്നുണ്ട്. ദ്വിജഭവനങ്ങളിലെ അഗ്നി നന്നായിട്ട് ശോഭിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആ നല്ല ആ ഒരു സന്ദർഭത്തിൽ നിശീതേ തമോദ്ഭൂതേ ജായമാനേ ജനാർദ്ദനെ, ഇരുട്ട് ഇല്ലാതാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ്. എന്തിരുട്ട? സാധാരണ ഒരു ഇരുട്ടല്ല, അജ്ഞതയാണ് ഇരുട്ട്.
ആ അജ്ഞാനമാകുന്ന ഇരുട്ടിനെ ഇല്ലാതാക്കി തീർക്കാനായിട്ട് ദേവരൂപിണിയായിരിക്കുന്ന ദേവകി നല്ല പ്രയോഗമാണ്. ദേവകി ദേവ എന്ന ശബ്ദം കൊണ്ട് അർത്ഥാർത്ഥ പ്രകാശം ചുരിയാണ്. അപ്പോൾ ഉള്ളിൽ സദാ പ്രകാശം ചുരിഞ്ഞുകൊണ്ട് ആ പ്രകാശത്തെ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വ്യക്തിത്വം എന്ന് കാണിക്കാനാണ് ദേവരൂപിണ്യാം ദേവകി എന്ന് പ്രത്യേകത്ത് പറഞ്ഞത്. ദേവസ്വരൂപിണി ആയിരിക്കുന്ന ആ ദേവകി, ആ ദേവകിയിൽ നിന്ന് വിഷ്ണു സർവഗുഹാശയ, വിഷ്ണു തന്നെ എടുത്ത് പറഞ്ഞു. ആ വിഷ്ണു എന്ന ശബ്ദത്തിൻ്റെ അർത്ഥമാണ്, വിഷ്ണു എന്ന് പറഞ്ഞാൽ ആര്? വിഷ്ണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാപനോതി ഇതി വിഷ്ണു എന്നാണ്. വ്യാപനോതി എന്ന് പറഞ്ഞാൽ ഒരുപോലെ സദാ നിറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരുപോലെ സദാ നിറഞ്ഞിരിക്കുന്നതായ ആ ഒന്ന് ഇന്ന് എവിടെയുണ്ട്? സർവഗുഹാശയ, എല്ലാവരുടെ ഉള്ളിലുണ്ട്. ആ ഒന്നാവട്ടെ ആവിർഭവിച്ചു. എവിടുന്ന്? ആ ദേവകിയിൽ നിന്ന് ആവിർഭവിച്ചു. പക്ഷെ നമുക്ക് അറിയാൻ, നമുക്ക് മനസ്സിലാക്കാൻ, നമുക്ക് പഠിക്കാനായിട്ട് ശാസ്ത്രങ്ങൾ ചിലപ്പോൾ ഉദാഹരണമൊക്കെ പറഞ്ഞു വരും. ഇവിടെ ഉദാഹരിച്ചുകൊണ്ട് പറഞ്ഞു, ഏതുപോലെ? യഥാ പ്രാച്യാം ദിശീന്ദു ഇവ പുഷ്കല, നല്ല ആ നിലാവെളിച്ചം. എന്തേ നിലാവെളിച്ചം എന്ന് പറയാൻ കാരണം? വെളിച്ചമുണ്ട്, എന്നാൽ നല്ല കുളിർമയാണ്. അത് കാണിക്കാം. അപ്പോൾ അതിലൂടെ ആ ഒരു തത്വത്തിലേക്ക്, ആശയത്തിലേക്ക് നമ്മുടെ മനസ്സിനെയും നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കണ്ടു വസുദേവ ഐക്ഷത, ആദ്യം കണ്ടതാര? വസുദേവന. അദ്ദേഹം കണ്ടു. ഏത് രൂപ? തം അദ്ഭുതം ബാലകം അംബുജേക്ഷണം ചതുർഭുജം ശംഖഗദായുധായുധം ശ്രീവത്സലക്ഷ്മം ഗണശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധസൗഭഗം മഹാർഹവൈഡൂര്യ കിരീടകുണ്ടല ത്യുഷാപരിഷ്വക്തസഹസ്രകുന്തളം ഉദാമകാഞ്ചങ്കത കങ്കണാദിഭിः വിരോചമാനം വസുദേവ ഐക്ഷത. വസുദേവർക്ക് നന്നായിട്ട് ആ സ്വരൂപത്തെ കാണാനായിട്ട് സാധിച്ചു. അന്ന് വസുദേവർ കണ്ടതായിരിക്കുന്ന ആ അവതാരകൃഷ്ണ സ്വരൂപം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ പൂർണ്ണമായി ശോഭിക്കട്ടെ.